ഞാൻ ഇവരോട് പലപ്പോഴും പറയലുണ്ട് 3-4 കുട്ടികളായ കുഴപ്പമില്ല എന്നുള്ളത് പറയലുണ്ട്. ഒന്നും വേണ്ടണ്ട, നമ്മളെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ലേ വേണ്ടത്. ഞാൻ വല്ലപ്പോഴും നല്ല കലമ്പ് കൊടുക്കലുണ്ട്. ഹായ്. നമ്മൾ ഒരു 4-5 ദിവസം മുമ്പ് ഒരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ Q&A കണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ശ്രുതിത ഒരു നോട്ട് ബുക്കിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് വായിക്കാം, ഓരോന്നോരോന്നായിട്ട് ഉത്തരം പറയാമെന്നാണ് വിചാരിക്കുന്നത്. തുടങ്ങിക്കൂടെ നല്ല ശ്രുതി? നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കാം. ആദ്യം ഒരുപാട് ആൾ ചോദിച്ചു വെച്ചാൽ ഏതാ സ്ഥലം, എന്താ പേര്, മക്കളെ പേരെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതായത് പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം അത് പറയാം. അതായത് എൻ്റെ പേര് അറിയാലോ, ബൈജു. എൻ്റെ പേര് ശ്രുതി. പിന്നെ മൂത്ത മോൻ ഓം ദേവദേവ്, രണ്ടാമത്തെ ആൾ ജാൻവി, മൂന്നാമത്തെ ആൾ അപ്സര. അങ്ങനെ 3 ആളാണ് നമുക്കുള്ളത്. പിന്നെ നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കമ്പിലാണ്. അതായത് കണ്ണൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കണ്ണൂർ ടു പുതിയൊരു, കാട്ടാമ്പള്ളി, കമ്പിൽ ആ രീതിയിലാണ് വരിക. ഇനി കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ തളിപ്പറമ്പ്, പുതിയതൊരു, കാട്ടാമ്പള്ളി, കമ്പിൽ നിന്നാണ് നമ്മളെ സ്ഥലം വരിക. ഇനിയിപ്പോൾ കണ്ണൂർ എയർപോർട്ട്, അതായത് മട്ടന്നൂരിൽ നിന്ന് വരുന്നതെങ്കിൽ മട്ടന്നൂർ ടു ചാലോട്, മയ്യിൽ, കമ്പിൽ ആ രീതിയിലാണ് വരിക. ഇങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ലേ, ഒരുപാട് ആൾ ഇപ്പം വിളിക്കുന്നവരും ചോദിക്കുന്നത് നിങ്ങളെ കറക്റ്റ് ലൊക്കേഷൻ അടിയാന്ന് എങ്ങനെ അവിടെ വരേണ്ടതെന്നുള്ളതാണ് ചോദിക്കൽ. കാരണം അത്യാവശ്യം ആൾക്കാർ നമ്മളെ കാണാനായിട്ട് വരുന്നുണ്ട്, പരിചയപ്പെടാനായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ള കൂടിയുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശരി, എന്നാൽ പിന്നെ ചോദ്യത്തിലേക്ക് എടുക്കാം. ഒരു സൂര്യ ചേച്ചിയാണ് Q&A ചെയ്യാൻ ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് ഇതിന്റെ കാരണക്കാരി. അതുകൊണ്ട് ചേച്ചിയുടെ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കേ. ലവ് മാരേജ് ആണോ? ഫാമിലിയെ കുറിച്ച് പറയൂ. ലവ് മാരേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂര്യ ചേച്ചി മാത്രമല്ല, ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ ശരിക്കും ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിലും അതിൽ ചെറിയ ലവ് ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ ലവ് എനക്കാണെന്ന് തോന്നുന്നു. ഒരു 1 സൈഡ് ലവ് കുറച്ചധികം ഉണ്ടായിന്. പിന്നെ എല്ലാ കല്യാണമെല്ലാം ആയവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടതിന് ശേഷം ചെറിയൊരു ലവ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിന്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ കല്യാണം. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 ദിവസം ഒരുമിച്ച് ഒരു യാത്ര, ഒരു ടൂർ ഉണ്ടായിന്. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ ഒരു ദിവസം പറയാം, അത് പറഞ്ഞാൽ തീരുമില്ല. കാരണം നമ്മളെ കല്യാണം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, പെണ്ണ് കാണാൻ പോകുന്നത് മുതൽ അങ്ങനെ വലിയൊരു കഥയുണ്ട്. അത് നമ്മൾ പിന്നെ ഒരു എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഏതായാലും നമ്മളത് ഇങ്ങനെയാണ്, അറേഞ്ച് മാരേജ് ആണോ വെച്ചാൽ അങ്ങനെയാണ്. ഇച്ചിരി ലവും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഫാമിലിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു ഏട്ടനുണ്ട്, ഒരു അനിയത്തിയുണ്ട്, പിന്നെ ഞാനുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ വൈഫാണ് താമസിക്കുന്നത്. പിന്നെ ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഒരനിയൻ, സ്വസ്ഥ കുടുംബം അങ്ങനെയാണെന്നുള്ള. വീട്ടിലിപ്പം അച്ഛനമ്മയും ഒറ്റക്കുണ്ട്. അനിയൻ കല്യാണം കഴിച്ച് ബാംഗ്ലൂരുള്ള, ഇവളിങ്ങോട്ടായതുകൊണ്ട് അച്ഛനമ്മയും ഒറ്റക്കാവുള്ള. അതാ പറഞ്ഞാൽ മിനിമം ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ ലൈഫിൽ വീട്ടിലാരെങ്കിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇവരോട് പലപ്പോഴും പറയലുണ്ട് 3-4 കുട്ടികളായ കുഴപ്പമില്ല എന്നുള്ളത് പറയലുണ്ട്. ശരിയാ, ഞാൻ ഒരു തമാശക്ക് സുധീനെ ചൂടാക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു അഞ്ജു ചേച്ചിയാണ് ചോദിച്ചത്. ഹായ് അഞ്ജു ചേച്ചി. മക്കൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മൂത്ത മോൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, മൂന്നാമത്തെ ആള് UKG പഠിക്കുന്നു, ചെറിയ ആള്. ഇങ്ങനെ നമ്മളെ മക്കളെ വിദ്യാഭ്യാസം ഇപ്പോൾ ഉള്ള. ഇനിയൊരു സിമി ചേച്ചി, നിങ്ങളുടെ കുടുംബം ഇത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാമോ? സിമി ചേച്ചി സന്തോഷത്തോടെ വെച്ചാൽ ദൈവം സഹായിച്ച് സന്തോഷത്തോടെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് നമ്മളെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിയിൽ ആരാണോ ഡ്രൈവർ, ഒരു ബസ് ഓടിക്കുന്ന ആളെന്നല്ല, ഫ്രണ്ടിൽ ഓടിക്കുന്ന ആൾ ഞാനാണ് നമ്മളെ കുടുംബത്തിൽ. അപ്പോൾ ഞാൻ തീരുമാനിക്കണം നമ്മളെ കുടുംബത്തിൽ സന്തോഷം വേണോ, ദുഃഖം വേണോ, പോസിറ്റീവ് വേണോ, നെഗറ്റീവ് വേണോ എന്നുള്ളത്. അപ്പോൾ ഞാനതിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മളെ ഫാമിലിയിൽ ചർച്ച ഉണ്ടാവാനില്ല എന്നുള്ളതാണ് ആദ്യം ചെയ്യൽ. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ ആദ്യമൊക്കെ ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഷോപ്പിലെത്തുമ്പോഴത്തേക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങൾ, അല്ല കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അല്ല വല്ല നെഗറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറയും. ഒന്നും വേണ്ടണ്ട, നമ്മളെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ലേ വേണ്ടത്. അപ്പോൾ ഇവൾ പറയൂ, ക്രമേണ ഇവൾ പിന്നെ ഒന്നും പറയില്ല. ഞാൻ പറയും നീന്തൊന്നും മിണ്ടാത്തത്, ഇങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങളെ ഞാൻ കേൾക്കുമ്പോളെ വേറെ അപ്പുറം ഇപ്പോഴുള്ള കുറ്റം കുറവ് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല പറയും. പിന്നെ ഓക്കത് ശീലമായി അല്ലേ മമ്മി? അങ്ങനെ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഇവളെടുക്കുന്നു. മാത്രമല്ല ഇവള് പറഞ്ഞ് എൻ്റെ തലയിൽ കയറ്റിയ എൻ്റെ മൈൻഡിൽ ആ ഒരു ചിന്തകളൊക്കെ കുറച്ചൊരു വരും. പിന്നെ നമുക്കൊരു പോസിറ്റീവിലേക്ക് പോക്ക് നടക്കില്ല. അതുകൊണ്ട് ആ വക ചിന്ത ഒന്നുമില്ല. ഒരു കാര്യം പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണല്ലോ എല്ലാം ഡ്രൈവ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാനെന്ത് വേണം,
നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ആളാരാ നമ്മളെ ഭാര്യ, അതിൻ്റെ കായലാണ് മക്കൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനാകാൻ വേണ്ടി ഞാൻ ഭാര്യയ്ക്ക് ആവശ്യത്തിലധികമോ സ്നേഹങ്ങൾ വാരിക്കുരങ്ങ് കൊടുക്കും. അവൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്നേഹവും എനിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഓള് തൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ എന്നോട് ഇങ്ങോട്ട് പരാതിയില്ല, പരിഭവമില്ല. മാത്രമല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ മക്കളെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഞാൻ പറയാതെ അറിഞ്ഞ് ചെയ്യുന്നൊരു സ്വഭാവം ഇവക്കുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലാണ്ട് എല്ലാം അറിഞ്ഞ് ചെയ്തോളും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ ഭാര്യയെ ആദ്യം മാക്സിമം സന്തോഷിപ്പിക്കുക, സ്നേഹം കൊടുക്കുക. അപ്പം എന്തായി വീട്ടിൽ നല്ല ശാന്തി സമാധാനവും കാര്യങ്ങളായി. കാരണം ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ പണങ്ങളെന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. പണങ്ങളാണെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച വരെയും പണങ്ങുക. അത് പണങ്ങാൻ കാരണം ചിലപ്പോൾ മിണ്ടൂല. അപ്പോൾ ഇവക്കത് സഹിക്കാൻ പറ്റില്ല. വേറെ നല്ല ബൈജോട്ടൻ്റെ സ്നേഹവും ബൈജോട്ടൻ്റെ അപ്പുറമുള്ള കറക്കും ചുറ്റോടെ വന്ന് കിട്ടാണ്ടിരിക്കുമ്പോൾ ഓക്കത് സഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ പണക്കം അധികം പോക്കില്ല. ആരെങ്കിലും ഒരാൾ എന്തായാലും താവളുണ്ട്. അപ്പോൾ സുധിയപ്പും കോംപ്രമൈസ് ബൈജോട്ട അതുകൊണ്ട് ലെവലാവുന്നതുകൊണ്ട് പെട്ടെന്ന് കോംപ്രമൈസ് ആവും. അതുകൊണ്ടല്ലേ ശാന്തി സമാധാനമായിട്ട് പോകുന്നുണ്ട് എല്ലാം. പിന്നെ ഞാൻ പോലെ ദൈവാനുഗ്രഹം എന്നുള്ളതുണ്ടെങ്കിൽ എല്ലാ കുടുംബത്തിലും ശാന്തി സമാധാനം ഉണ്ടാവും. എന്തായാലും ഭാര്യ ഭർത്തൃ മക്കളായിട്ടുള്ള ജീവിതത്തിൽ നമ്മളെപ്പോൾ സ്നേഹം മാക്സിമം കൊടുക്കുമുണ്ടല്ലോ, അവിടെ ഒരു ബന്ധം വന്ന് അവിടെ സന്തോഷം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. പ്രധാനപ്പെട്ട കാര്യം നെഗറ്റീവ് സാധനം പുറത്തുനിന്ന് നമ്മളെ കുടുംബത്തിലേക്ക് മാക്സിമം കയറ്റാണ്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതാണ്. നിങ്ങളുടെ അനുഭവം എങ്ങനെ വെച്ചാൽ അതുപോലെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് അബ്ദുൾ റഹ്മാൻ ചേട്ടനാണ്. അബ്ദുൾ റഹ്മാൻ ചേട്ടൻ ബൈജോട്ടിന് ഇത്രയും ഹാപ്പി ആയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. കാരണം ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ല നെഗറ്റീവ് കേസുകളൊന്നും ഞാൻ എൻ്റെ തലയിലെടുക്കില്ല. ഇപ്പോൾ നമ്മളോട് ഒരു ശത്രുത ഉള്ളവരുണ്ടാവും. എനിക്ക് അങ്ങോട്ട് ശത്രുതയുള്ള ഒരു സത്യം പറഞ്ഞാൽ വളരെ പൂർവ്വം. കാരണം വെച്ചാൽ ഞാൻ ശത്രുക്കളെ മൈൻഡാക്കലില്ല. നമ്മൾ സലീം ഖുർ പറഞ്ഞ ശത്രുക്കളെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു മാസം 10,000 രൂപ കിട്ടുമെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ട്. ഇല്ലാണ്ട് ഈ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്നെ ശത്രുവായി കാണുന്നവരെ ഞാൻ അങ്ങോട്ട് ശത്രുവായി കാണാറില്ല. അവരെ ശ്രദ്ധിക്കാറില്ല, ആ ഭാഗത്തേ പോക്കില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഹാപ്പിയാണ്. അതുപോലെ ഷോപ്പിലാണെങ്കിലും എല്ലാവരോടും കസ്റ്റമേഴ്സ്, ഷോപ്പിലെ സ്റ്റാഫ് എല്ലാവരോടും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലും മാക്സിമം പോസിറ്റീവായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. കസ്റ്റമറോടായാലും മാക്സിമം പോസിറ്റീവായി സംസാരിക്കുന്നതുകൊണ്ടും ഇടപഴകുന്നതുകൊണ്ടും എനിക്കെപ്പോഴും ഹാപ്പി മൂഡാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ശ്രുതി എന്തെങ്കിലും ചെറിയൊരു ടെൻഷനും കാര്യം പറയുമ്പോൾ ഞാൻ നോ അങ്ങനത്തെ കാര്യം നമുക്ക് വേണ്ട, പരിഭവം വേണ്ട, ഒന്നും വേണ്ടത് കൊണ്ട് വേഗം ക്ലോസ് ആക്കലാണ്. അപ്പോൾ ഹാപ്പിയായി മാറാൻ നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട് നമ്മളെ മനസ്സ് നല്ല ക്ലിയർ ആക്കുക. ചുറ്റുപാടിനെ അമിതമായി ശ്രദ്ധിക്കാണ്ട് നമ്മളെ പണിയെടുത്ത് പോകുമ്പോൾ നല്ല സുഖമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല നമ്മളെന്താ ഹാപ്പിയിൽ പോകേണ്ട സംഗതി. അതായത് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ ബിസിനസ്, ഇപ്പം എൻ്റെ ചാനൽ, എൻ്റെ കുടുംബം, ഇത് മാത്രം ശ്രദ്ധിക്കുള്ളൂ. ബാക്കി ചുറ്റോടൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടെന്ന് അറിയാം ഫുൾ ഹാപ്പിയാണ് ഞാൻ. കാരണം ഞാൻ ഇത് വെച്ചാൽ നമ്മുടെ കർമ്മം, നമ്മളെ പണി എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് വരുമാനവും സമ്പാദ്യമൊക്കെ വരുമ്പം തന്നെ നമ്മളിൽ സന്തോഷമുണ്ടാകും. നേരെ വെച്ച് നമ്മളെ പണിയെടുക്കാണ്ട് ശത്രുക്കളെയും കുടുംബക്കാരെയും കുറ്റവും കുറവും തീർക്കാൻ വേണ്ടി നമ്മളാ വഴിക്ക് പോയാലുണ്ടല്ല, നമുക്ക് പണിയെടുക്കാനും നമുക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാനും പുതിയൊരു ഐഡിയക്കോ ചിന്തിക്കാനുള്ള സമയം നമ്മളെ തലയിലുണ്ടാവില്ല. എനിക്ക് ഫുൾ ടൈം ഫ്രീ ആണ്, ആരായിട്ടും ഒരു ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം ചിന്തിക്കുക. ഓരോ കണ്ടൻസുകൾ, ഓരോ ഈ ചാനൽ തുടങ്ങൽ, അതുപോലെ ബിസിനസ്സിലെ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഷോപ്പിലെ സ്റ്റാഫിൻ്റെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യത്തിലും ചിന്തിക്കാൻ എനിക്ക് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് ഞാൻ മിക്കവാറും ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഞാൻ ഹാപ്പി എന്നാണ്. ദൈവാനുഗ്രഹം കൂടി പ്രധാനമായിട്ട് വേണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതിനെ മറന്ന് കളിക്കാതിരിക്കുക. ആരും ഹാപ്പി ആയി നിൽക്കും ജീവിതത്തിൽ. അടുത്തതൊരു നിത്യ ചേച്ചിയാണേ. ഹായ് നിത്യ ചേച്ചി. ബൈജോട്ടിൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ഇങ്ങനെ ബിസിനസ്മാനായി? കുട്ടിക്കാലം എന്ന് വെച്ചാൽ സത്യം പറയാല ഒരു പരാജയ കാലഘട്ടമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. വേറെ ഒന്നുകൊണ്ടല്ല, വലിയ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പഠിപ്പിൽ വളരെ പിന്നോക്കാവസ്ഥയായിരുന്നു. സുഹൃത്തുക്കളായിട്ട് ഇടപഴകാനും വലിയ മിടുക്കനല്ലായിരുന്നു. ക്ലാസ്സിൽ നല്ല മിടുക്കുള്ള കുട്ടികൾ, നല്ല സാമർത്ഥ്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അതിൽ സാമർത്ഥ്യം വളരെ കുറവായതുകൊണ്ട് എന്നും ഒരു തോൽവി ഏറ്റുവാകുന്ന കുട്ടിയാണ് ഞാൻ. ചെറുതില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു മത്സരത്തിൽ പങ്കെടുക്കില്ല, ഒരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ കയറിയിട്ടില്ല, ഒന്നുമില്ല. ഒരു അഭിനയ പരിപാടി ഒന്നും, ഒരു നാടകത്തിലൊന്നും ഉണ്ടായില്ല. കാരണം എന്നല്ല, തോക്കുന്നുള്ളൊരു പേടി കൊണ്ടൊന്നും നിൽക്കില്ല. പിന്നെ ഭയങ്കര ചമ്മലുകാരിലായിട്ട് കുട്ടിക്കാലത്ത് എനിക്ക് സന്തോഷപരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കളെപ്പോഴുള്ള കുറച്ച് കളികൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറുപ്പകാലം. പിന്നെ ചെറുപ്പത്തിൽ പഠിക്കാൻ വളരെ മോശമായിരുന്നു എന്ന് വെച്ചാൽ പഠിക്കാൻ ശ്രമിക്കാനില്ല, ഞാൻ പഠിക്കാൻ മാക്സിമം ശ്രമിക്കലുണ്ട്. ഞാൻ ഇരുന്ന് പഠിക്കും. ഒരു എക്സാമിലുണ്ടെങ്കിൽ തലേന്ന് മുതലേ ഇരുന്ന് പഠിക്കും, പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു അനിയത്തി ഒരു ഏട്ടൻ്റെ ഇരുത്തും പഠിത്തം കണ്ടായിരിക്കും, ഏട്ടൻ വല്ല ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനും വാങ്ങുന്നില്ലാന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ ഞാൻ ആവറേജാണ് ഉണ്ടാവുക, തോക്കലില്ല, ഒപ്പിച്ചങ്ങ് പോകും. പക്ഷേ അനിയത്തി പഠിച്ച ടീച്ചറായി. കാരണം അവൾ
പെട്ടെന്ന് പഠിക്കൊന്നും വേണ്ട, ക്ലാസ് എടുത്താൽ തന്നെ തലയിലങ്ങ് കയറും. എനിക്ക് പിന്നെ അത്ര പെട്ടെന്ന് അങ്ങ് കയറില്ല ചെറുതിൽ. അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പകാലഘട്ടം. ഇപ്പം എനിക്കൊന്ന് തലയിൽ ആവശ്യത്തിലധികം സാധനങ്ങളുണ്ട്, അതെങ്ങനെ വന്നതെന്നറിയില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ വളരെ പിന്നോക്കാവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുമ്പോൾ ഹാർഡായിട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അതിപ്പോൾ വ്യായാമം മുതൽ ഭക്ഷണം മുതൽ അതേപോലെ പഠിപ്പായാലും ഹാർഡായിട്ട് ചെയ്യുമെങ്കിലും കിട്ടിയിട്ടില്ല. അതുപോലെ എല്ലാ കാര്യവും ഹാർഡായിട്ട് ഞാൻ ചെയ്യുന്ന പണി എന്താണെന്ന് അതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യും ഞാൻ. അതുപോലെ ഞാൻ നല്ല സ്വർണ്ണപ്പണി ഫീൽഡിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഹാർഡായിട്ട് പണിയെടുത്ത് കുറച്ച് പണിക്കാരെ വെച്ച് അങ്ങനെ ഹോൾസെയിൽ ചെയ്തു. ഹോൾസെയിൽ കുറച്ചുകൂടി വലുതാക്കി ഒരു ജ്വല്ലറി എന്നുള്ള ലെവലിലാക്കി. അങ്ങനെയൊക്കെയാണ് ഈ ലെവലിൽ ഇപ്പോൾ ആയിട്ടുള്ളതെന്നാണ് പറയാനുള്ളത്. അടുത്തതൊരു മായ ചേച്ചിയാണേ. ഹായ് മായ ചേച്ചി. ഷോപ്പും കുടുംബവും ഇത്ര ഹാപ്പി ആയിട്ട് എങ്ങനെയാണ് ബൈജു ഏട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഇതിൻ്റെ ഉത്തരം ഞാൻ എന്താ അതിന്റെ രഹസ്യം? നേരത്തെ പറഞ്ഞല്ല, അതായത് ടോട്ടൽ പോസിറ്റീവ് മാത്രം ശ്രദ്ധിക്കുക, നെഗറ്റീവിലേക്ക് നമ്മൾ ശ്രദ്ധ വിടാണ്ടിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന പണി, നമ്മളെ കർമ്മം എന്താ അതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി, നമ്മളെ കുടുംബം, അതിലേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അടുത്തതൊരു ഷിജിത്തേട്ടനാണേ. ഷിജിത്തേട്ടൻ ഐഫോണിലാണോ വീഡിയോ എടുക്കുന്നത്? ഇല്ലപ്പാ, നമ്മൾ സാധാ ഫോണ്, അതായത് നമ്മളെ സാംസങ്ങിൻ്റെ S22 Ultra അല്ലേ, അതിലാണ് സംഗതിയൊക്കെ. യാദർച്ഛികമായി വാങ്ങിയൊരു ഫോണാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സാധാ ഉപയോഗിക്കുന്നത് നമ്മൾ ഓപ്പോൻ്റെ ഒരു 15,000 രൂപേൻ്റെ സെറ്റ് യൂസ് ചെയ്യൽ. ഞാൻ കാറ് ബെൻസ് വാങ്ങിയപ്പോൾ ഷോപ്പിലെ സ്റ്റാഫെല്ലാം കൂടി ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി. എന്തെന്നാ പോയിട്ടോട്ടെ നിങ്ങൾ സാധാ ലോക്കൽ മൊബൈൽ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ചൊളിച്ചിട്ട് ഞാൻ എടുത്തത്. ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് എടുക്കില്ലായിരുന്നു. പക്ഷേ എടുത്തപ്പോൾ ഞാൻ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു കുറേ കാലം. കാരണം വെറുതെ കോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫോണിൻ്റെ ആവശ്യമുണ്ടോ ഭയങ്കര ദുഃഖം. ഞാൻ ഇവളും പോലെ ഉണ്ടല്ലേ സുധിയ, വെറുതെ ആ പിള്ളേരെ വർത്താനം കൊണ്ട് വെറുതെ എടുത്തു നല്ല മറ്റിങ്ങനെ ചിന്തിക്കലുണ്ടായിരുന്നു. പിന്നെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബിൽ ചാനലിൽ നിന്ന് മറ്റത് ചെറുങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ വില കൊടുത്ത് വാങ്ങിയാൽ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളൊരു സാധനം എൻ്റെ ഈ മൊബൈലാണ്. വേറൊന്നുമല്ല, എനിക്ക് ഒരുപാട് പരിചയക്കാരെ, സ്വന്തക്കാരെ, അത്രയും സഹോദരന്മാരെ പോലെ ഒരുപാട് ആളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി, അറിയാൻ പറ്റി എന്നുള്ളതാണ് ഇതിനെ കൊണ്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും സാംസങ്ങിൻ്റെ S22 Ultra ആണ് എൻ്റെ സെറ്റ്. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം. അടുത്തത് ഒരു ബിനുവേട്ടനാന്നേ. കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബിനുവേട്ടൻ ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. 9 ക്വസ്റ്റ്യൻ ഉണ്ട് ചോദിച്ചിട്ട്. 9 ക്വസ്റ്റ്യൻ ഉണ്ട്. ബിനു അരീക്കൽ എന്നാണ് പേര്. ആദ്യത്തെ ക്വസ്റ്റ്യന് റിപ്ലൈ കൊടുത്തു. ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചു. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ഓക്കെ, അതിന് ഉത്തരം പറഞ്ഞു. പിന്നെ ജ്വല്ലറി തുടങ്ങാൻ ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു? ജ്വല്ലറി തുടങ്ങാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ, കാരണം നമ്മൾ ഈ സ്വർണ്ണപ്പണി ഫീൽഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വർണ്ണപ്പണി എടുത്ത് ഒരു ജ്വല്ലറി എന്നുള്ളതാണ് പൊതുവേ ഉണ്ടാവല്. അപ്പോൾ ചെറുതിലെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പം സാധിച്ചെന്നുള്ളതിൽ ദൈവത്തോട് നന്ദി. പിന്നെ ജ്വല്ലറി തുടങ്ങാനുള്ള സാമ്പത്തികം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതാണോ? സാമ്പത്തികമൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കുക തന്നെ വേണം. നമ്മൾ വരുമാനം കൊണ്ട് കുറേ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ കുറേ സമ്പാദിച്ച് ജ്വല്ലറി ആക്കണമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെട്ടിപ്പൊടി ഉള്ളെങ്കിൽ അതിൻ്റെ അകത്ത് വരുമാനം കൂട്ടി നിങ്ങൾക്ക് വലിയ സൂപ്പർ മാർക്കറ്റ് വലിയ ഹോൾസെയിലാക്കാൻ കഴിയില്ല. നമ്മളെന്താ ചെയ്യുക, കുറച്ച് ഡെവലപ്പ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് വരുമാനം കൂട്ടുക. പിന്നെ നമുക്ക് ലോണായിട്ടോ അല്ല വല്ല ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയെല്ലാം സ്വീകരിച്ചിട്ട് കുറച്ച് ഫണ്ട് കയറ്റിയിട്ട് അത് വലുതാക്കി എന്നിട്ട് വരുമാനം കൂട്ടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം ലോണ്, കാര്യങ്ങൾ, ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഫണ്ട് കൂട്ടി അതിനുശേഷം ബിസിനസ് വരുമാനം കുറച്ചുകൂടി കൂട്ടി ബിസിനസ് കുറച്ച് വൈഡാക്കി. അതുകൊണ്ട് ഇത്ര വലുപ്പം തോന്നുന്നതേ ഉള്ളൂ. എന്തായാലും ഇതാണ് നല്ല ബിസിനസ് രീതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയൊരു ചാനൽ തുടങ്ങാനുള്ള പ്രചോദനം എവിടുന്ന് കിട്ടി? സ്വന്തം ഐഡിയ ആണോ? ഓക്കെ. ഇങ്ങനൊരു ചാനൽ തുടങ്ങാനുള്ള ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് പിന്നെ നമ്മൾ പണ്ടേ അല്ലേ സുധി മക്കളെല്ലാം കൂട്ടി, അതായത് എൻ്റെ ആദ്യത്തെ മോൻ ഉണ്ടായപ്പോൾ മുതലേ നമ്മളിങ്ങനെ മക്കളെയും കൂട്ടി കറക്കൽ, ചെറിയ വീഡിയോസ് ഒന്നര എടുക്കുന്നുണ്ട്. ഒരു മക്കൾ ജനിക്കുന്നതിന് ഞാനും ഇവളും കൂടി പോകുന്നത് നമുക്കും ഇത് തന്നെയാണ് പണി. വലിയ ചിലവൊന്നുമില്ലാത്ത രീതിയിൽ നാട്ടുമ്പുറത്തേക്കിന് അങ്ങനെ വിദേശത്തേക്കും അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തേക്കുള്ള കറക്കമൊന്നുമില്ല. നമ്മൾ നാട്ടുമ്പുറത്തുള്ള ചെറിയ ചിലവുള്ള കറക്കായിരുന്നു ഉണ്ടായത്. ആ സമയത്തെ ഫോട്ടോസ് അല്ലേ മമ്മി, ഒരുപാട് വീഡിയോസ് എല്ലാം നമ്മൾ എടുക്കലുണ്ട്. അതുപോലെ മക്കൾ വലുതായപ്പം ഇതുപോലെ വീഡിയോസ് എടുത്തെടുത്ത് പിന്നെ എനിക്ക് തോന്നി ഇത് നമ്മൾ ഒരുപാട് റീൽസ് എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേപോലെ നമ്മളെ മക്കളെല്ലാം ഒരു പാട്ടിലിട്ടിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ മുന്നേ ഷോപ്പിലെ സ്റ്റാഫിനോട് ചോദിക്കൽ നോക്കുമ്പോൾ അവർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ശ്രുതിയാന്നിരിക്കുക ഷോപ്പിലെത്തുമ്പോൾ പറഞ്ഞാൽ ഇവള് ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ആളാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഒരു വീഡിയോ എടുത്ത് അതിനകത്ത് പാട്ട് ഇങ്ങനെ കയറ്റാൻ പറ്റുന്നുണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തുടങ്ങി വെച്ച്. പിന്നെ നമ്മൾ ഷോപ്പിലൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു പുതിയ സ്റ്റാഫിന് അവന് എഡിറ്റിംഗ് അറിയാം, വീഡിയോ എഡിറ്റിംഗ്, ക്യാപ് കട്ട് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ക്യാപ് കട്ടിൽ കയറി ഓൻ എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, ഞാൻ പിന്നെ ഇരുന്നൊന്ന് കുറച്ച് വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്ത്, പിന്നെ നമ്മളെ ഫാമിലിയല്ലേ മക്കളെ കുറച്ച് വീഡിയോസെല്ലാം അങ്ങനെ ചെയ്ത്, പിന്നെ കുറച്ച് ഷോപ്പിലെ ആഭരണങ്ങളൊക്കെ ചെയ്ത്,
പിന്നെ മെല്ലെ മെല്ലെ ഇതിലേക്ക് ഇങ്ങനെ വരുത്താം, ഓരോ സ്റ്റോറി ഉണ്ടാക്കുക, അത് അഭിനയിക്കുക. നല്ല സ്പോട്ടിലായിരുന്നു അല്ലേ മമ്മി? ഫസ്റ്റ് നമ്മളെന്താ വേണ്ട എന്തോ ഭക്ഷണം കടലക്കറിയും വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് വെറുതെ ഞാൻ എന്തോ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് നീ ചെയ്തോ ഞാൻ വീഡിയോ എടുക്കാന്ന്. ഇവിടെ എന്നിട്ട് ഡയലോഗ് വരുന്നത്, ഞാൻ അതിനിടയ്ക്ക് അങ്ങോട്ട് പറയുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് അല്ല, നമ്മൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ശ്രുതി പാത്രം കിടക്കുന്നത്, ഞാൻ വന്നിട്ട് ഇന്നെന്താ ഭക്ഷണം നോക്കുന്നൊരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് റിഹേഴ്സലോ കാര്യം ഒന്നുമില്ല. ആദ്യത്തെ അഭിനയമായിരുന്നു ശ്രുതിന്റെ. അതുപോലെ ഞാൻ ആദ്യമായിട്ട് ഒരു പ്ലാൻ ഇട്ട ഒരു സ്റ്റോറി ആയിരുന്നു, അത് ആ സ്പോട്ടിൽ തന്നെ അടിച്ച്. അതിന്റെ അഭിപ്രായം എന്തുണ്ട് നമുക്ക് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാൻ എടുക്കണോ വേണ്ടിയോ. അത് ഇട്ട പാടില്ലേ, ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് 4K 5K എന്റെ കയറിയ. അപ്പം പിന്നെ താല്പര്യം അങ്ങനെയാണ് ഇതിൽ വീണ് പോയത്. അതങ്ങനെ ഓടിയില്ലേ നമ്മള് പിന്നെ ചെയ്യലായിരുന്നു അല്ലേ. അത് കുറച്ച് ഓടിപ്പം പിന്നെ രസമായി. പിന്നെ നമ്മൾ ഓരോരോ കഥകൾ മനസ്സിൽ അങ്ങനെ ആക്കി. ഇപ്പം പിന്നെ ഷോപ്പിലെ സ്റ്റാഫായി എല്ലാം കൂടി ആയിട്ട് എന്താണ്ട് ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുത്തി നമുക്കിങ്ങനെ ഒരു ഫാമിലി, ഒരു ചാനൽ കുടുംബം ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ ഒരുപാട് പ്രേക്ഷകരെ നമുക്ക് കിട്ടിയെന്നുള്ളത് വളരെയധികം സന്തോഷം. ഇങ്ങനെയായിരുന്നു നമ്മളെ ചാനലിലേക്കുള്ള പ്രവേശനം എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൊബൈലിനെ പറ്റി ഒന്നും അറിയാത്തവനാ ഞാൻ, എഡിറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയാത്തവനാ ഞാൻ. നല്ലോണം സംസാരിക്കല്ലേ, വായില് കുറെ സംസാരിക്കാൻ. ഞാനൊരിക്കൽ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ബൈജോട്ടൻ വന്നിട്ട് എന്തോ വീഡിയോ എടുത്തിന്. അപ്പൊ അത് ഗ്രൂപ്പിലിട്ടെടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ആയിഷ, എൻ്റെ ഗ്രൂപ്പിലിട്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ആയിഷ പറഞ്ഞ്, ബൈജോട്ടന് ഈ ഒരു യൂട്യൂബ് തുടങ്ങാനുള്ള എല്ലാ ചാൻസും ഉണ്ടല്ലോ, നല്ലോണം സംസാരിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എനിക്കും തോന്നി സംസാരം. സത്യം പറഞ്ഞാൽ സംസാരം കുറച്ചുണ്ട് കേട്ടോ. അത് പക്ഷെ ഞാൻ പറഞ്ഞ ചെറുതിലൊന്നും ഈ ശീലം ഉണ്ടായിട്ടില്ലേ. എൻ്റെ സംസാരം, ഞാൻ ഒരു സീക്രട്ട് എനിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കത് പിന്നെ മനസ്സിലാവുമെന്ന് അറിയാം, അല്ല നിങ്ങൾക്ക് അത് ഗുണപ്പെടുമെന്ന് അറിയില്ല. ഞാനൊരു പ്രായം കഴിഞ്ഞിട്ടല്ലേ, നമ്മൾ ഒരു ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മളൊരു ശ്രീ രവിശങ്കറിൻ്റെ ഒരു കോഴ്സ് ആയിരുന്നു അല്ലേ, മമ്മിക്ക് ഓർമ്മയുണ്ടോ? അതിന് പോയതിന് ശേഷം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഈ പെർഫോമൻസ് എല്ലാം കുറേ പഠിപ്പിക്കുക. അതായത് ഞാൻ പോകാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണോ മറ്റേതെല്ലാം മറ്റൊരു ചെറിയൊരു നോട്ടീസ് കിട്ടി. വായിച്ച് നോക്കുമ്പോൾ അനക്കുള്ള സാധനം കംപ്ലീറ്റ് അതിനകത്തുണ്ട്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ശ്രുതിയുടെ എന്തായാലും പോയി കളയാം. അപ്പോൾ അങ്ങനെ പോയി അവിടെ പിന്നെ അങ്ങനത്തെയുള്ള സംഗതികളല്ല. അപ്പോൾ അതിലങ്ങനെ പോയി നോക്കുമ്പോൾ പിന്നെ സംസാരം തുടങ്ങി നോക്കുമ്പോൾ പിന്നെ നിർത്താണ്ടായിരുന്നു പോലെ. പക്ഷേ സെയിം കോഴ്സിന് ഞാനും പോയിനെ, ഞാൻ പക്ഷെ അങ്ങനെ ആയിട്ടില്ല. ഇവള് കല്യാണത്തിന് മുമ്പ് ഇവക്കും കോൺഫിഡൻസ് കുറവും, കാരണം സ്കൂളിൽ നിന്ന് അധികം വർത്താനം പറഞ്ഞ് ഇതെല്ലാം കണ്ടിട്ട് അച്ഛനും വിചാരിച്ച് കുറച്ച് കോൺഫിഡൻസ് വെച്ചിട്ട് ഇവളെ അയച്ചിട്ട്. പക്ഷേ ഇവള് എന്നിട്ടും ഇപ്പം മിണ്ടാപ്പൂച്ചനാണ്. പക്ഷേ അതിൽ പോയ എല്ലാവർക്കും റിസൾട്ട് ഒന്നും ഇല്ല. ഇപ്പം നമ്മൾ ഷോപ്പിലെ സ്റ്റാഫ് ഉണ്ട്, നമ്മൾ സുജേഷ്, ഓടെ നമ്മളവിടെ പോയി നോക്കടാ, നിൻ്റെ ഈ നാണം കുണിങ്ങെല്ലാം മാറി കിട്ടുന്നുള്ള മറ്റേ ഓനെ പോലെ ആയിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഓൻ പോയി വന്നിട്ട് എനിക്കൊന്നും വലിയ വ്യത്യാസമില്ല, അധികം അങ്ങനെ സംസാരമൊന്നുമില്ല. പക്ഷേ എനക്കെന്തോ ചിലപ്പോൾ എൻ്റെ കുറവിനെ പറ്റി എനിക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് അവിടെ പോയപ്പോൾ ഞാനെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മെനക്കെട്ട് പഠിച്ചുകൊണ്ടായിരിക്കും എനിക്കത് എടുക്കാൻ പറ്റി, എനിക്കത് ആ റിസൾട്ട് വന്നത്. ഇവരെ ആദ്യം മനസ്സിലാക്കണം, അവരവർ കുറ്റം എന്നാണ് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ഇവക്കൊന്നും ആ സാധനം പൊതുവേ ഇല്ല, ഇപ്പം ഇല്ല. അതുപോലെ നമ്മളെ സ്റ്റാഫായാലും ഞാൻ സംസാരിക്കുന്ന കാര്യം സ്വന്തം കുറ്റം എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞു വരുമ്പോൾ ഒരിക്കലും ഇവർ ക്യാച്ച് ചെയ്യില്ല. ഇവരെ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ആ പറയുന്നവരുടെ ദേഷ്യപ്പെടാൻ നിൽക്കുക. പക്ഷേ ഞാൻ എൻ്റെ കുറ്റം പറയുന്നത് ശ്രദ്ധിച്ചാൽ മതിയോ, നമ്മളെ വീഡിയോൻ്റെ ഇടയിൽ കമൻസിൽ എന്നെ വിമർശിക്കുന്നവരോട് എനിക്ക് ഒരു എക്സ്ട്രാ സ്നേഹമാണ്. ഞാൻ അവരോട് മറുപടി കൃത്യമായിട്ട് കൊടുക്കലുണ്ട്. കാരണം നമ്മളെ കുറ്റം ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് തിരുത്താനുള്ള മനസ്സുണ്ടാവും. ഈ തിരുത്താനുള്ള മനസ്സ് ആദ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ കുറ്റവും കുറവും നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഈഗോവും പിടിച്ച് നടക്കും, കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞെടുക്കും, അത് കേട്ടുകൊണ്ട് ജീവിതം തീർക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് അധികം കുറ്റം കേൾക്കേണ്ടി വരില്ല. കാരണം എന്താ പറയുക, എൻ്റെ കുറവുകൾ കാര്യം മനസ്സിലാക്കി ഞാനിതാ മാറി വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി, എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നിങ്ങളുടെ കടയിലുള്ളവർ റീൽസിൽ അഭിനയിക്കുന്നത് അവരുടെ പൂർണ്ണ സമ്മതത്തോടെയാണോ അതോ ജോലി പോകുമെന്ന് പേടിച്ചിട്ടാണോ? അവർ തുടക്കത്തിലല്ലോ ഇവർക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഞാനും ഇവളാണ് റീൽസൊക്കെ ചെയ്യൽ. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണുന്നവർ ഒരു അയ്യോ ഈ ബൈജാട്ടെന്നാ കളിക്കുന്ന ഒരു ജ്വല്ലറി മോനെ നാണക്കറുള്ളവർ കളിയാക്കും ഇവർ തുടക്കത്തിലേ. പിന്നെ ഇത് ഫേമസ് ആയതിനു ശേഷമാണ് ശരിക്കും ഒന്ന് ഷോപ്പിൽ വന്നിട്ടല്ലേ നമ്മൾ റീൽസ് എടുക്കാൻ തുടങ്ങിയത്. ആ സമയം പിന്നെ മത്സരമായി വരും, ഞാൻ ആദ്യം അഭിനയിക്കാം എന്നുള്ള രീതിയിൽ. എൻ്റെ കുറേ റോള് പോയി. കാരണം ഷോപ്പിൽ വന്ന പിന്നെ ഞാൻ കൂടുതൽ ടൈം ഷോപ്പിലാണല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആടുന്ന ഐഡിയ തോന്നും, ആടുന്ന് ബാമ്പ് എടുക്കും. അതുകൊണ്ട് വീട് തെടുക്കൽ നിന്ന് പിന്നെ നോക്കുമ്പോൾ ശ്രുതി കുറേ കാലം വീഡിയോയിൽ ഇല്ലാണ്ടായി. അവസാനം പിന്നെ ശ്രുതിക്ക് ചെറിയൊരു കുശുമ്പു ഇല്ല, അതെ പറയാം, നല്ല ഉള്ളിലുണ്ടാവല്ല. കാരണം പിന്നെ ഷോപ്പിലുള്ളവരെ പറ്റി സംസാരം. ഇപ്പോൾ റീൽസ് കാണുന്നവർ കൂടുതലും നമ്മുടെ ഷോപ്പിൽ അശ്വതി ശാലിനിയുടെ പേര് ചോദിക്കലായി, മറ്റുള്ളത് ചോദിക്കുന്ന പിന്നെ ശ്രുതിനെ പറ്റി ചോദിക്കാണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അതിനൊക്കെ ഇതൊരു പറ്റത്തില്ല. റീൽസിൽ അഭിനയിക്കുന്നതിന് ക്യാഷ് കൊടുക്കാറുണ്ടോ?
റീൽസിൽ അഭിനയിക്കാൻ വേണ്ടി ഞാനിപ്പം പറയാ വെച്ചാൽ ആരാ അഭിനയിക്കാൻ വരുന്നത്, ബിരിയാണി വാങ്ങി തന്നുള്ളൂ എന്നാൽ അഭിനയിപ്പിക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് അറിയുന്നത് കാരണം എല്ലാവരും ഭയങ്കര ത്രില്ലല്ലേ, ഇൻട്രസ്റ്റിങ്ങിലാണ്. പിന്നെ എന്താ പറയുക, എല്ലാവരും അറിയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു കഷ്ടപ്പെട്ട് ഞാൻ എഡിറ്റെല്ലാം ചെയ്തിട്ടല്ലേ, അങ്ങനെ നിങ്ങൾ ചുളൂലാവണ്ട, എനക്കൊരു ബിരിയാണി വാങ്ങി തന്നെ. ഞാൻ തമാശക്ക് പറയാം, ഇതുവരെ ബിരിയാണി ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. അടുത്തത്, നിങ്ങളുടെ പരസ്യം നിങ്ങൾ തന്നെ ചെയ്ത് ബിസിനസ് വളർത്തുന്നത് കൊണ്ട് മറ്റു ജ്വല്ലറികളിൽ നിന്നും എന്തെങ്കിലും ഭീഷണി നേരിട്ടിട്ടുണ്ടോ? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ സത്യം പറയല്ല, എനിക്കറിയുന്ന ജ്വല്ലറിക്കാർ ഇപ്പം നമ്മളെ കമ്പൽ ടൗണിലുള്ള ഒരുപാട് ജ്വല്ലറി ഉണ്ട്, അതുപോലെ പുറത്തുള്ള ഒരുപാട് ജ്വല്ലറി ഉണ്ട്. ഇവരാരും സത്യം പറഞ്ഞാൽ ആ രീതിയിലൊന്നുമില്ല. എല്ലാവരും എന്നെ വിളിച്ചിട്ട് എന്താ പറയുക, വൈജു അടിപൊളിയായിട്ടുണ്ടെന്നേ പറയുള്ളൂ. കാരണം നമ്മളെ റീൽസ് നല്ല രസമുണ്ട്, സ്റ്റോറി നല്ല രസമുണ്ട്, സ്റ്റാഫിന് നല്ല രസമുണ്ട്, നല്ല പ്രചോദനം കിട്ടിയിട്ടില്ലേ. അതിപ്പോൾ നമ്മളെ കമ്പനിലുള്ള ഒരു GK ഗോളുണ്ട്, പയ്യന്നൂരുള്ള ഒരു അപ്പൂസൺസ്, പിന്നെ ചക്കരക്കുള്ളൊരു പവിത്ര, പിന്നെ തളിപ്പറമ്പുള്ള അറ്റ്ലസ് ഗോൾഡ്, അങ്ങനെ ഒരുപാട് ജ്വല്ലറി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും സത്യം പറയില്ല, എന്നെ വിളിച്ചിട്ട് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, ഇതുവരെ ആരും ഒരു കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ ഇല്ല, എല്ലാവർക്കും അവരവരെ ബിസിനസ് നോക്കി നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ സമയമില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെയുള്ള ശ്രദ്ധിക്കലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എല്ലാവരും അവരവരുടെ രീതിയിൽ ബിസിനസ് വളർത്തുന്നു, ഞാനിപ്പോൾ എൻ്റെ രീതിയിൽ ബിസിനസ് വളർത്തുന്നു. പിന്നെ എനിക്കിപ്പോൾ ആരും ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ മുന്നൊക്കെ ഞാൻ ഒരുപാട് പരസ്യം ചെയ്യലായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പരസ്യം ചെയ്യലില്ല. അപ്പോൾ എനിക്ക് മാസം പരസ്യത്തിൻ്റെ ഒരു തുക ചിലവാകലുണ്ട്. ഞാനിപ്പം ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പൈസ നല്ല അത്യാവശ്യം നമ്മളെ ചാരിറ്റി കാര്യങ്ങൾ അതിലേക്ക് മാറ്റി വെക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. കാരണം നമ്മളെ പരസ്യം ഇതിൽ പോകുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേങ്കിൽ ആ പൈസ ഇപ്പം ഈ രീതിയിലേക്ക് മാറ്റി വെക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ആർക്കും നമ്മളോട് ഒരു പിണക്കോ കാര്യമില്ല, ഒരു ശത്രുതക്ക് എവിടെയും ഞാനൊരു ഇടം കൊടുത്തിട്ടില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം കേട്ടോ. അടുത്തതൊരു ഷീബ ചേച്ചിയാണേ. ശിവ ചേച്ചി, വീഡിയോസൊക്കെ ഓൾമോസ്റ്റ് റിയൽ ആണോ അല്ലെങ്കിൽ വെറും ഷോ ആണോ? മീൻസ് ഷോപ്പിലുള്ള സ്റ്റാഫിനോടുള്ള പെരുമാറ്റം. എല്ലാവരും ഉണ്ടല്ല, ഈ ചോദ്യം ഉണ്ട്. സംഗതി ഏതാണ്ടൊക്കെ റിയലാണ്. പിന്നെ ഒരു സ്റ്റോറി ആകുമ്പം അതിനൊരു ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ ഒരു ലെവലാക്കുമല്ല. എന്തായാലും നിങ്ങൾ കണ്ടതൊക്കെ റിയലാണ്. പക്ഷേ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാരണം എന്താ അറിയുക, എൻ്റെ റീൽസിൽ ഞാൻ ഷോപ്പിലെ സ്റ്റാഫിനെ നല്ല കളുമ്പുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ കൂടുതൽ അവരായിട്ട് ഇടപെടുന്ന ജോലി ടൈമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതുപോലെ തന്നെ റിയലായിട്ടും ഞാൻ വല്ലപ്പോഴും നല്ല കലമ്പ് കൊടുക്കലുണ്ട് ഷോപ്പിലെ സ്റ്റാഫിനോട്. ഇപ്പോൾ ഷോപ്പിലെ സ്റ്റാഫ് തന്നെ പറയും, വൈചേട്ടൻ നല്ലതുമാണ്, പക്ഷേങ്കിലോ തെറ്റിക്കഴിഞ്ഞാൽ ചൊറിയൊന്നുമല്ല. കുറ്റങ്ങൾ കുറവുകളുണ്ടെങ്കിൽ സ്റ്റാഫിനെ ശാസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനാണ്. നമ്മൾ അമിത സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ചില സമയം ഇവരുടെ ഡിസിപ്ലിൻ കുറച്ച് കുറക്കും, അല്ലെങ്കിൽ ശ്രദ്ധ കുറക്കുമ്പോൾ ഞാൻ നല്ലോണം ഇട്ട് കുറക്കും. കാരണം ചില കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വന്നാൽ നമുക്കത് വലിയ നഷ്ടം വരുന്ന കേസാണ്. അപ്പോൾ കലമ്പലുണ്ട്. എനിക്കൊന്ന് ഇന്നാളൊരു കുട്ടീനെ കലമ്പറ്റിയവള് അന്നേരം തന്നെ പിറ്റേ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇല്ല വൈചോട്ടാ ഞാൻ വരുന്നില്ല. അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ചൂടാവുമെങ്കിലും കുറച്ച് ഒരു കാമണിക്കൂർ അരമണിക്കൂറിനിടയിൽ ഞാൻ പോയിട്ട് കോംപ്രമൈസ് ആണ്. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, എനിക്ക് ഒരാളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിനുള്ളൊരു പുകച്ചിലാണ്. അതിപ്പോൾ ഇവളോടായാലും ആരോടായാലും മനസ്സിൽ ഇങ്ങനെ പുകയും. കാരണം എന്താണ്, എനിക്ക് അധികം വെച്ചെങ്കിലും ഇവളെ ഞാൻ കലമ്പിയിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ്, ഇവളിലേക്ക് 5 മിനിറ്റ് ഉണ്ടാവില്ല. കാരണം ഇവിടെ തന്നെയല്ല, ഞാൻ പോയിട്ട് സുധി മോളെ വിട്ടടാ സാറിന്. പക്ഷെ പറയുന്നതൊക്കെ പ്രശ്നമില്ലല്ലോ, കേൾക്കുന്നതൊക്കെ പ്രശ്നമുള്ളൂ. അല്ല, പക്ഷെ ഒരു കാര്യം നീ മനസ്സ് പിടിച്ചു വെക്കുന്നെല്ലാം പറയും. അല്ലാന്ന് നിങ്ങൾ കുറ്റല്ലേ പറഞ്ഞിരുന്നു, അപ്പോൾ അത് മനസ്സിലാക്കല്ലേ വേണ്ടേ. അതുപോലെ ഷോപ്പിലെ സ്റ്റാഫിൻ്റെ കുറ്റം പറഞ്ഞത് അവർക്ക് തിരിയും. അപ്പോൾ ഞാൻ പറയും, ഇന്നാളൊരു കുട്ടി മതിയൊക്കെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാര്യം 2 വട്ടം പറഞ്ഞ് 3 വട്ടം പറഞ്ഞ ലാസ്റ്റ് ഞാനെന്തോ നല്ല കാര്യമായിട്ട് പറയേ 2-3 പ്രാവശ്യം അത് പറയും, എന്നിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നല്ലോണം ചൂടായി. ഞാൻ ചീത്തയൊന്നും പറയില്ല, സ്റ്റാഫിന് ചീത്തയൊന്നും പറയില്ല, ചൂടാണ്, നല്ല ചൂടായിട്ട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല പോയി ചോട്ടാ പിറ്റേ മെസ്സേജ് ഞാൻ വരുന്നില്ല. എടാ ഞാൻ പറഞ്ഞടാ, അത് നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ, നീ കാണുന്നില്ല ഞാൻ എല്ലാവരും അതുപോലെ കലമ്പലില്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാ നീ അങ്ങനെ പോലാളം മറ്റേ ഞാൻ പറഞ്ഞു നോക്കിനി. പിന്നെ ഓളും നല്ല വെച്ചോട്ടെ, ഇങ്ങോട്ട് വെറുപ്പൊന്നുമല്ല, ഇങ്ങോട്ട് ബഹുമാനമൊക്കെ തന്നെ, പക്ഷേ വേറൊരു ജോലി എന്നുള്ളൊരു രീതിയിലേക്കൊന്ന് നോക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ് വേഗം. ഓൾ അതിന് ശേഷം വന്നിട്ടല്ലേ ഇപ്പം വരും, വന്നപാട് അന്നെ നോക്കിയിട്ട് ചിരിക്കും. എന്നിട്ട് ഞാൻ പറയൂ, മോളെ ഓരോ കലമ്പ് വരട്ടെ തമാശക്കാതെ. എന്നാലും നല്ല എൻ്റെ ഷോപ്പിൽ നിന്ന് അതുകൊണ്ട് നിന്നവരും ഇതുവരെ പോയവരായിട്ടൊന്നും ഒരു വെറുപ്പുണ്ടായിട്ടില്ല. എല്ലാവരും ഇന്നും എന്നെ വിളിക്കലുണ്ട്, എല്ലാവരുമായിട്ടും നല്ല ലോകിയുണ്ട്. എല്ലാം ഇന്നും നമുക്കൊരു കുടുംബത്തെ പോലെയാണ് നമ്മളെ ഷോപ്പിൽ പണിയെടുത്ത സ്റ്റാഫുകൾ കംപ്ലീറ്റും ഞാൻ പോലെ പോയവരായാലും എല്ലാവരും. അതാണ് നമ്മളെ രീതി. എന്തായാലും നിങ്ങൾ കണ്ടത് റിയലാണ്, നിങ്ങൾ ശരിക്കും അതിൽ കണ്ടത് ശ്രദ്ധിക്കുക. ഞാൻ സ്റ്റാഫിനെ നല്ലോണം കലമ്പ് തോന്നും, ആ വീഡിയോയിലുണ്ട്, ഞാൻ റിയലായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ രീതി. പിന്നെ ഇല്ല, എനിക്ക് ഇതിൽ കൂടുതൽ എന്ന് പറയണ്ടേ, റിയലിസ്റ്റിക് അല്ലാണ്ട് എനിക്ക് പെരുമാറാൻ അറിയില്ല ആരടിക്കായാലും എന്നുള്ളതാണ് കാര്യം. എന്തായാലും നിങ്ങളെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്, ഒരുപാട് ആൾ ചോദിച്ചിന് ഈ ചോദ്യം, അതിനുള്ള ഉത്തരം ഒരുമിച്ച് നിങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊരു ഷെഫീക്കൊക്കെയാണേ.
പലയിടത്തും സ്റ്റാഫിനെ പലതിലും അവഗണിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന പരിഗണന അത് നിങ്ങളുടെ ബിസിനസ്സിനെയും വ്യക്തി ജീവിതത്തെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടോ? ഷഫീഖ, എല്ലാവരും സ്റ്റാഫിനെ അവഗണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല കണ്ടിടത്തോളം. പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ അല്ല എൻ്റെ കുടുംബക്കാർക്കാൾ കൂടുതൽ ഇടപഴകുന്നത് നമ്മളെ ഷോപ്പിലെ സ്റ്റാഫായിട്ടാണ്. അതായത് രാവിലെ ഞാൻ പറഞ്ഞ ഒരു 9:30 നമ്മൾ ഷോപ്പിലെത്തി കഴിഞ്ഞാൽ നമ്മൾ രാത്രി 8 മണി വരെ ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ കൂടിയാണ് നമ്മളെപ്പോഴും അവരാണ് ശരിക്കും എൻ്റെ സ്വന്തക്കാർ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എന്നാലും കൂടുതൽ ഇവരായിട്ട് ഇടപഴക്കുള്ളതുകൊണ്ട് അവരോടൊരു പരിഗണന സ്നേഹമൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ അവർക്ക് പരിഗണന കൊടുക്കുക എന്നുള്ളത് അവരെന്നോട് എത്രത്തോളം ആത്മത കാണിക്കുന്നു അതുപോലെ തിരിച്ച് അങ്ങോട്ടേക്കും ഞാൻ കാണിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം എൻ്റെ സ്റ്റാഫൊക്കെ എന്നോട് അത്രയും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പരിഗണിക്കാൻ അവർക്ക് അർഹതയുണ്ട്. ആ രീതിയിൽ അവരെ പരിഗണിക്കുന്നത്. ഇതുകൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അത്യാവശ്യം ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തുടക്കകാലത്തൊക്കെ വെച്ചാൽ സ്റ്റാഫ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പൈസ പെട്ടെന്ന് കടം ചോദിച്ചാൽ ഞാൻ കൊടുക്കലുണ്ടായിരുന്നു. അത് ഞാൻ ചിരിക്കാൻ കാരണം വെച്ചാൽ അത്യാവശ്യമുള്ളതാണ് എനിക്ക് ചോദിക്കണ്ടാവും. പക്ഷെ അത് കൊടുത്ത് ശീലമാക്കിയുള്ള എനിക്ക് പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൈക്കിട്ട് എല്ലാവരും ബാങ്കിൽ ചിലവാക്കി തീർക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഇവർക്കൊരു കൺട്രോളുണ്ടായി. അവസാനം നോക്കുമ്പോൾ എന്തായി, ഇവർ കുറേ പൈസ ഇങ്ങോട്ടേക്ക് തരേണ്ട ഒരു സിറ്റുവേഷൻ വരുമല്ലോ. അതിന് ശേഷം ഞാൻ പിന്നെ അതങ്ങ് ബ്രേക്ക് ഇട്ട്. കാരണം എന്താ, ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുക, എല്ലാവരും ഒരു പങ്ക്ച്വാലിറ്റി ആക്കുക എന്നിട്ട് ഞാൻ പറയും, ആരും കടം ചോദിക്കലേ തരൂല എന്ന് പറയും. കാരണം ഇത് ബാധ്യത കൂടുകയായി അവർക്ക്. കാരണം അവർക്ക് പിന്നെ പൈസയിൽ കൺട്രോൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ദോഷം കേസുകളുണ്ട്. അങ്ങനെ കുറച്ച് പൈസ കിട്ടാനുണ്ട്, ഇവിടുന്ന് പോയ സ്റ്റാഫെല്ലാം കിട്ടാണ്ട്. പക്ഷേ അതൊക്കെ തരുമേ, കാരണം നമ്മളങ്ങനെ പറ്റിക്കൊന്നുമില്ല. അവർക്ക് അവസ്ഥ ആയതുകൊണ്ട് ഞാനും പിന്നെ അത്ര ശ്രദ്ധിക്കില്ല, അത് കിട്ടുമെന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പോൾ ഗുണം എന്തായാലും ഉണ്ട്, എന്നോടുള്ള ആത്മാർത്ഥ സ്നേഹമുണ്ട്. ദോഷം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങളുള്ളൂ. പക്ഷേ അത് കാര്യമാക്കേണ്ട കേസല്ല. അവരെൻ്റെ കൂടെ ഇത്രയും കാലം പണിയെടുത്തല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന എല്ലാവർക്കും ഉണ്ട്, ഞാൻ കൊടുക്കലും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്തതൊരു വിപിൻ ചേട്ടനാണ്. ഓക്കെ, വിപിൻ ചേട്ടൻ. ചേട്ടാ, സ്വന്തമായി ഒരു ഗോൾഡ് ഷോപ്പ് ഉള്ളവർ അവരുടെ ഷോപ്പിലെ വിലയും ഓഫറുകളും മറ്റുള്ളവരെ അറിയിക്കാനാണ് നോക്കുന്നത്. പക്ഷേ ചേട്ടൻ മാത്രം ഷോപ്പിലെ സന്തോഷ നിമിഷങ്ങൾ മാത്രം വീഡിയോ ആയി ഇടുന്നു. അതെന്താ? സത്യം പറഞ്ഞാൽ നമ്മളെ ചാനൽ തുടങ്ങിയ പാട് ഞാൻ നമ്മളെ സ്റ്റാഫിനോടും പറയും, എടാ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം, പബ്ലിസിറ്റി ആക്കണം, നമ്മളെ ഷോപ്പിൻ്റെ ബിസിനസ് കൂട്ടാൻ വരവ് ഇത് കൂട്ടാന്നുള്ള മറ്റ് പരസ്യമാണെന്നുള്ള പറയലുണ്ടായിരുന്നേ. അങ്ങനെ തന്നെ ഞാൻ തുടങ്ങിയതെങ്കിലും ഇത് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആ ലൈനങ്ങ് വിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന കാര്യത്തിനോട് ഒരു താല്പര്യമില്ല. ഞാൻ കൂടുതൽ ഇതുപോലെ സ്റ്റോറി ചെയ്യുക, എന്നിട്ട് അത് കാണിക്കുക, അതിനുള്ള അഭിപ്രായം കിട്ടുമ്പോഴൊരു സന്തോഷം. പിന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, പണ്ടേ ഉണ്ട്, കുറേ തത്വങ്ങളുണ്ട്. ഇവക്കറിയാം, ഇവള് കെട്ടിയോടെ ഇവളടുക്ക് കുറേ ഒരുപാട് ആൾക്കാരെ കിട്ടിയോണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ എനിക്ക് പുറത്തെടുക്കാൻ പറ്റുക വെച്ചാൽ ചെറിയ കാര്യമല്ല. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ല, എനിക്ക് ചെറുതിലേ ഒരു സമ്മാനമോ മെഡലോ ഒരു സംഗതി എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു മത്സരത്തിന് പങ്കെടുക്കില്ല, പേടിച്ചിട്ടായാലും കഴിവില്ലാത്തതുകൊണ്ടായിരുന്നു. ആ കഴിവിനുള്ള അന്നേ കിട്ടാത്തതിൻ്റെ അംഗീകാരം ഇപ്പം എന്ന് വെച്ചാൽ ഒരുപാട് ആൾ വിളിച്ചിട്ട് പോയിച്ചോട്ടെ റീൽസ് നന്നായിട്ടെല്ലാം പറയുമ്പോൾ ഇന്ന് സ്കൂൾ കിട്ടിയ മെഡലിനെക്കാട്ടി എത്രയോ 10 ഇരട്ടി 100 ഇരട്ടി മടങ്ങ് വലുപ്പമുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പം കിട്ടുന്ന അംഗീകാരത്തിന്. അപ്പോൾ ഇതിലേക്കാണ് ഇപ്പം താല്പര്യം എനിക്ക് കൂടുതൽ. അതുകൊണ്ട് തന്നെ ജ്വല്ലറീൻ്റെ പരസ്യങ്ങളായിട്ട് ഇടൽ കുറവാണ്. എന്നാലും അത്യാവശ്യം ഉണ്ട് താനും ജ്വല്ലറീൻ്റെ പരസ്യം. ഒരുപാട് പേര് പറയുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ജ്വല്ലറീൻ്റെ ആഭരണം കാണിക്കുക, ഡിസൈൻ കാണിക്കുക, റേറ്റ് കാര്യം ഇതൊക്കെ പറയലുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ അത് കുറവ് തന്നെയാണ്. എനിക്ക് അത് ചെയ്യാം, പക്ഷേ എനിക്ക് അതിനോടുള്ളതിനേക്കാൾ താല്പര്യം ഇപ്പം ഇതിലേക്കാണ്. ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുക, ഓരോ നല്ല നല്ല റീൽസ് ചെയ്യുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക. കാരണം വിളിക്കുന്നവരെല്ലാം പറഞ്ഞാൽ ചില ചേട്ടാ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീഡിയോ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകുന്നു പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് അതേപോലെ തന്നെ പറയാം ചേട്ടാ ഭയങ്കര. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ കൊണ്ട് കുറച്ചൊക്കെ സന്തോഷം കിട്ടുന്നു എന്നുള്ളത് നമുക്കൊരു ആശ്വാസം. എന്നാലും അവരെയും നമുക്കൊരു അംഗീകാരം കിട്ടുക എന്നുള്ളത് അതിലും വലിയ ഒരു സന്തോഷമായല്ലോ. അപ്പോൾ അതിലാണ് ഇപ്പോഴും ഉള്ളത്. സത്യം പറഞ്ഞാൽ പണ്ട് ഈ കലാകാരന്മാരെന്ന് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. നമ്മളെ സുഹൃത്തുക്കൾ, എൻ്റെ ഒരു സുഹൃത്ത് പ്രഷീദ് ഇവിടെ GK ഗോൾഡ് അടുത്ത സുഹൃത്താണ്. അവർ ഫാമിലി മൊത്തം കലാകാരൻ പറയും. ഞാൻ പറയും, അവിടെ ഈ സമയത്ത് പോയിട്ട് വല്ല പണി എടുത്തിട്ട് പൈസ ഒക്കെ നല്ലതല്ലേ, ഈ പാട്ട് പാടാനും നാടകം കൂടാനും പോകുന്നത് എന്തൊരു മണ്ടത്തരാന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇവർ പറയാം. അപ്പോൾ പ്രഷീദിനോട് പറയും, ബൈജു നീ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇതുണ്ടല്ല, ഒരാളെ ഉള്ളിലുള്ള കഴിവുകൾ അത് അവർക്കത് വലിയ ആസ്വാദനം, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് പ്രകടിപ്പിക്കുക, നാടകമായാലും പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ അത് അവർ ഒരു ത്രില്ലാണത്, ആ ഒരു സന്തോഷമാണ്. അതിനെപ്പറ്റി ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ പറയും എന്ത് നാടാണെന്നും പറഞ്ഞ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് സത്യം പറയില്ല, എനിക്ക് ആ പ്രഷീദിനോടെല്ലാം സത്യം പറയില്ല തൊഴുതോട്ട് ഞാൻ പറയാം. കാരണം എൻ്റെ മതത്തേറ്റ്, കാരണം നമ്മളെ ഉള്ളിലുള്ള കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം അത് പുറത്ത് കാണിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെയാണ്. ഒരാളെ
ആത്മസംതൃപ്തി കിട്ടുന്നത് എന്താണോ അത് ചെയ്യുക, അതിലൂടെ മനസ്സ് പോസിറ്റീവാക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പം എനിക്കിപ്പം നല്ല ആത്മസംതൃപ്തി കിട്ടുന്നത് ഇതുപോലത്തെ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എൻ്റെ മനസ്സും പോസിറ്റീവ് ആവുന്നുണ്ട്, ഇത് കാണുന്നവരെ സന്തോഷിപ്പിക്കാൻ എനിക്കും സാധിക്കുന്നുണ്ട്. എന്തായാലും മുന്നേ കലാകാരന്മാരെ ഒരുപാട് കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ, പക്ഷേ ഇന്നത് ഞാൻ പറയുന്നില്ല, അതൊരു നല്ല കാര്യം. അവരെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് അവർ ചെയ്യണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു പ്രവീണേട്ടനാണ്. ഹായ് പ്രവീൺ. ഇതിൽ നിന്നും വരുമാനം കിട്ടാൻ തുടങ്ങിയോ അതോ ഇതൊക്കെ ചുമ്മാ ടൈം പാസ് ആണോ? സത്യം പറഞ്ഞാൽ നല്ലൊരു ടൈം പാസ്സാണ്. പിന്നെ യൂട്യൂബ് ചാനൽ ഒരു വരുമാനം കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയാണ്. നിലവിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടാണ്ടിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ സെറ്റിങ്സോ കാര്യങ്ങളെ പറ്റി വലിയ ധാരണയില്ല. അതൊക്കെ നമ്മൾ ഷോപ്പിലെ മാനേജറൊക്കെ ചെയ്യല്, ഞാനും കുറേ കാലം അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഏതാണ്ട് ആ ലെവലിലായും തോന്നുന്നു വരുമാനം. പിന്നെ ഇതിൽ വലിയ വരുമാനം കിട്ടൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള. ചോദിക്കുന്നതോടെല്ലാം അങ്ങനെ പറയരുത്, അത് വലിയ മില്യണെല്ലാം കാണുന്നവർക്കാണ് അങ്ങനെ കിട്ടുകയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയാൽ സന്തോഷം എന്നേ വിചാരിക്കുന്നുള്ളൂ, വേറൊന്നുമില്ല. അടുത്തത് ഒരു റസാഖേട്ടനാണ്. നിങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഷോപ്പ് ഇടാമോ? ഇത് ഒരുപാട് ആൾ ചോദിക്കുന്നത്. കോഴിക്കോടുള്ളവർ പറയും നിങ്ങൾ ഇവിടെ ഒരു ഷോപ്പ് ഇടുന്നാൽ നമുക്ക് അവിടെ വന്ന് വാങ്ങാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആലുവക്കിട്, കോട്ടയത്തിട്, കൊല്ലത്തിട് എന്നിട്ട് അങ്ങനെ ഒരുപാട് ആൾ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല നിങ്ങൾ പറഞ്ഞത് സന്തോഷമാണ്. നമുക്കും അത് ആഗ്രഹമുണ്ട്. അതിനുള്ള സാഹചര്യം നല്ല ഇൻവെസ്റ്റേഴ്സ് എല്ലാം വരുത്താമെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്തത് ഒരു ആർട്ടി ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓട്ടുന്നത് നല്ലതാണോ? നമ്മൾ റീൽസിൽ ഹെൽമെറ്റ് ഇടാത്ത ഷോർട്സ് ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫേസ് കാണുമല്ലോ, ഡയലോഗ് പാർട്ടിലേ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഹെൽമെറ്റ് ഇടാൻ എടുക്കുമെങ്കിലും നമ്മൾ അത് നിർത്തിയ പാട് വന്നിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് പോകും. എല്ലാവരും പറയും ഹെൽമെറ്റ് ഇടാണ്ട് പോകാൻ പാടില്ല. ആ വീഡിയോൻ്റെ ടൈമിൽ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെൽമെറ്റ് ഇടലുണ്ട്. ഹെൽമെറ്റ് ഇടേണ്ട നമുക്ക് കമ്പിൽ ക്യാമറ ഉണ്ട്, പോയി കഴിഞ്ഞാൽ എന്തായാലും ഫൈന് പോകും. അതുകൊണ്ട് ഹെൽമെറ്റ് ഇടാൻ പോകില്ല, എന്തായാലും ഇതല്ല. ഒരു രജീഷേട്ടനെ ഒരു ഷോപ്പേ ഉള്ളൂ എന്ന് ചോദിച്ചു. നിലവിൽ നമുക്കൊരു ഷോപ്പേ ഉള്ളൂ. അടുത്ത ബ്രാഞ്ച് തുടങ്ങേണ്ട പ്ലാനെല്ലാം ഇങ്ങനെയുണ്ട്, അതിങ്ങനെ സെറ്റായി വരുന്നുണ്ട്. വേറെയും ബിസിനസ് നോക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് നടക്കട്ടെ, നമ്മളെ ആഗ്രഹം നടക്കാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു വിജിലേട്ടനെ ജോബ് വേക്കൻസി ഉണ്ടോ ഷോപ്പിൽ? അത് ഒരുപാട് ആള് നമ്മൾക്ക് ചോദിക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ജോലി വരുമോ. സത്യം പറഞ്ഞാൽ എല്ലാം ദൂരമുള്ളൂ. ഞാൻ ചോദിക്കും ഇവിടെ സ്ഥലം ചോദിക്കും, കാരണം അടുത്താണെങ്കിൽ നമുക്ക് എന്താ ഒരാളെ വേക്കൻസി ഒഴിവുണ്ടെങ്കിൽ എന്തായാലും കയറ്റാൻ പറ്റും. അപ്പോൾ ദൂരെയുള്ളവർക്ക് നമുക്ക് ഇവിടെ താമസിച്ച് എന്നുള്ളൊരു സംഗതി ഇല്ല. നമ്മളെ ഷോപ്പ് അത്ര വലിയ ഷോപ്പൊന്നുമല്ല, ചെറിയൊരു 2-3 ഷോപ്പാണ്, കുറച്ച് വലുപ്പമൊക്കെയുണ്ട്. പക്ഷേ അങ്ങനെ ദൂരത്ത് വന്നിട്ടുള്ള സംഭവമില്ല. നമ്മളെ നാട്ടുകാർ ചുറ്റുപാടുള്ളവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ ആ സമയത്ത് ഒരു പോസ്റ്റർ വിടലുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ആയിട്ടും ഇതിലൊക്കെ ആയിട്ട് വിടലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾ വിളിക്കലുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഹൗസ്ഫുള്ളാണ് കേട്ടോ. അടുത്ത ബ്രാഞ്ച് എല്ലാം തുടങ്ങുമ്പോൾ ഒഴിവുണ്ടെങ്കിൽ ഞാൻ എന്തായാലും യൂട്യൂബിൽ തന്നെ പറയും, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വരാമെന്നുള്ളത് ഞാൻ എന്തായാലും പറയും കേട്ടോ. ഇനി ഇൻസ്റ്റയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, ഇൻസ്റ്റാഗ്രാമിൽ വന്ന ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് സെയിം ആണ്. അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു വിജിലേട്ടനാണ്, ജ്വല്ലറിയിൽ വന്നാൽ ഡിസ്കൗണ്ട് ഉണ്ടാകുമോ? എന്തായാലും തരും കേട്ടോ. പിന്നെ ഒരു ലെജൻഡ്, ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഈ ചിരി മറിയാണോ? കാരണം വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാം 2 മുഖമുള്ളവരാണ്. ഇതാണ് ഒറിജിനൽ ക്യാരക്ടർ. എൻ്റെ ചിരി ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉത്തരമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ചിരിയുണ്ട്, അതുപോലെ നല്ല ദേഷ്യപ്പെടുത്തുമുണ്ട്, ഒക്കെയുണ്ട്. എല്ലാം ഉള്ള മനുഷ്യനാണ് ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ആശയങ്ങൾ, കാര്യങ്ങൾ, നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മളെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു നിങ്ങളുടെ. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല ദേഷ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ആരും കാണുന്നുണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതുകൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല ദേഷ്യം കൊടുക്കുന്ന പുള്ളിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നതോട് അങ്ങോട്ടേക്ക് അതിൻ്റെ ഇരട്ടി നല്ല രീതിയിൽ പെരുമാറുകയാണ് എൻ്റെ ഒരു ശീലം. അതുപോലെ എൻ്റെ അടുക്ക മോശമായി പെരുമാറുക അതിൻ്റെ 10 ഇരട്ടി മോശമായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവം കൂടി എനിക്കുണ്ട്. ചെറുതിലേ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും. കാരണം പറഞ്ഞല്ല, മനസ്സിൽ നമ്മൾ ആരെയും ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിക്കണം, അത്രയും ഇതിലാണ് നമ്മളെ ജീവിതമൊക്കെ. ഒരാളെയും ദ്രോഹിക്കാണ്ട് പോകണമെന്നാണ്. പക്ഷേ വെറുതെ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിൻ്റെ കൺട്രോൾ അങ്ങ് പോക്കാം. സത്യം ദേഷ്യം വന്നാൽ ഒരു പിടുത്തം വിട്ടു. ഞാനൊരിക്കലും ആഗ്രഹിക്കില്ല അങ്ങനെ ഒരു വ്യക്തിയാവാൻ. പക്ഷേ ദേഷ്യം വരുമ്പോൾ കൈമന്ന് കൺട്രോൾ അങ്ങ് പോകും. അത് ഇവളോടൊക്കെ പറയലില്ലേ, നിങ്ങളെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഏറ്റവും
എന്താ പറയാ എല്ലാം കുറച്ച് അധികം ദേഷ്യം ഉണ്ടെങ്കിൽ ഓവറാണ്, സ്നേഹമാണെങ്കിലോ അതും ഓവറാണ്. നിങ്ങൾക്കൊന്നും ലിമിറ്റ് എല്ലാൻ്റെയും മിഡില്ലാന്ന് വേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതില്ല. അതാണ് എല്ലാം കുറച്ച് ഓവറാണ്. സ്നേഹം കൊടുക്കലും കുറച്ചധികമാണ്. ദേഷ്യം വന്നാൽ എൻ്റെ കൈമെന്ന് പോക്കുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു വലിയ പവറായിട്ട് വരുന്നില്ല. അത് എൻ്റെ ഏറ്റവും വലിയ ഒരു ഫാൾട്ടായിട്ട് തന്നെ ഞാൻ കാണുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് തെറ്റുകൾ, സുഹൃത്തുക്കളെ ഒരുപാട് പണക്കണ്ടവരുണ്ട്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും നിസ്സാര കാര്യമല്ല, എന്നാലും ഒരു കാര്യം വരുമ്പോൾ ഞാനങ്ങ് ദേഷ്യപ്പെട്ടു പോകും. പിന്നീട് അതിനെപ്പറ്റി ദുഃഖിക്കലുണ്ട്. അങ്ങനെയാണ്. നല്ല സ്വഭാവമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ചിരിയുണ്ട്, അതുപോലെ എനിക്ക് എൻ്റേതായ ഒരു ക്യാരക്ടറുണ്ട്. അതിലെ മോശം കാര്യങ്ങളെ ഞാനിപ്പം പറഞ്ഞത്. പിന്നെ നല്ല കാര്യങ്ങളൊക്കെ ലൈവ് നിങ്ങളെ വീഡിയോസിലായാലും നമ്മളെ ഷോപ്പിലെ ഇതെല്ലാമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ നല്ല കാര്യങ്ങൾ. അതിലെ എനിക്ക് ഇപ്പോഴും ഏറ്റവും മോശക്കാരായിട്ട് തോന്നുന്നത് എൻ്റെ ഈ ദേഷ്യം പിടിക്കുന്ന സ്വഭാവമാണ്. എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കറിയാം. കാരണം അത്ര നല്ല സ്വഭാവമല്ലാന്നേ എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറയുള്ളൂ. കാരണം പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം, കണ്ടതെല്ലാം തുറന്നു വരുന്ന ഒരു സ്വഭാവം, അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളിൽ ഞാൻ പറഞ്ഞില്ലേ, ഭൂരിഭാഗം ഒരു 60% ആൾക്കാർ എന്നെപ്പറ്റി നല്ലത് പറയാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്നെ അടുത്ത് മനസ്സിലാക്കിയ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ഇന്നും ഞാൻ പ്രിയപ്പെട്ടതാണ്, അതുപോലെ അങ്ങോട്ടേക്കും പ്രിയപ്പെട്ടതാണ്. പരസ്പരം മനസ്സിലാക്കുന്ന ആൾ കുറവെന്നുള്ളതാണ് എൻ്റെ ലൈഫിലുള്ള പ്രശ്നം. പിന്നെ എല്ലാവരും വേറെ ക്യാരക്ടറാണല്ലോ, അതുകൊണ്ട് അങ്ങനെ എന്തായാലും ഞാൻ അത്ര നല്ല ആളല്ല എന്നുള്ളത് ഞാൻ തന്നെ തുറന്നു പറയാം. പിന്നെ നിങ്ങളുടെ BMW കാർ മോഡൽ അത് മാറിപ്പോയത് ബെൻസ് അല്ല, അതിന്റെ മോഡലല്ല, നമ്മള് GLA 220. ഇത് വാങ്ങുമ്പോൾ 5 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. ഇപ്പോൾ 1 വർഷം, ഇപ്പോൾ 6 വർഷം പഴക്കമുള്ള വണ്ടിയാണിത്. പിന്നെ GLA 220 ഓട്ടോ GLA 220i. സത്യം പറയാം, എനിക്ക് എൻ്റെ കാറിൻ്റെ നമ്പർ അറിയില്ല, ഇവളെ മൊബൈൽ നമ്പർ അറിയില്ല, എനിക്ക് വേറെ നമ്പർ ആ നമ്പർ അറിയില്ല. പിന്നെ നമ്മളെ മൊബൈൽ നമ്പർ ഏകദേശം സെയിം ആയതുകൊണ്ട് ലാസ്റ്റത്തെ നമ്പർ എന്നാലും എനിക്കറിയില്ല, സത്യം പറയില്ല. പിന്നെ ഗോൾഡ് റേറ്റ് എനിക്കറിയില്ല, ഇന്നൊരു പവൻ്റെ റേറ്റ് വെച്ച് എനിക്കറിയില്ല. ഞാൻ ഷോപ്പിൽ നിന്നല്ലോ ഗ്രാമിൻ്റെ റേറ്റിൽ ഇവിടെ എഴുതി വെക്കുക കൈമിൽ. എന്നിട്ട് കസ്റ്റമർ ഞാൻ നോക്കിയിട്ടാണ് എഴുതുക. ഇത് ചില കസ്റ്റമർ കാണലുണ്ട്, നമ്മളെ സെയിൽസ് മെമ്പറിലൊക്കെ ഉണ്ട്, ചിരിക്കലുണ്ട്. ബോസിൻ്റെ മെമ്മറി ഭയങ്കര. ഈ നമ്പർ ലോകത്തുള്ള സകല സംഗതി ഓർമ്മിക്കാറിയാം, പക്ഷേ അക്കങ്ങൾ ഓർമ്മിക്കാൻ എനിക്കറിയില്ല എന്നുള്ളത് ഒരു പരാജയമാണ്. ശ്രമിച്ചാൽ നിസ്സാരമായിട്ടാവുന്ന കേസ് അത്, പക്ഷേ അതങ്ങനെയായി പോയി പണ്ട് ഒരു ശീലം. ബർത്ത്ഡേ അറിയില്ല, വെഡിങ് ആനിവേഴ്സറി അറിയില്ല, മക്കളെ ബർത്ത്ഡേ അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് സർപ്രൈസ് ഇവള് ചോദിച്ചു മുൻകൂട്ടി പറയും അടുത്ത ആഴ്ച. ഞാൻ അടുത്ത ആഴ്ച ആണെങ്കിൽ നീ ഇല്ല, തലേന്ന് പറയും. ആരുടെങ്കിലും കല്യാണം ഉണ്ടാവും, അപ്പൊ ബന്ധുക്കളെ ആയിരിക്കും, അപ്പൊ പറയും തലേന്ന് പറയണം, എന്തെങ്കിലേ പിറ്റേന്ന് ഞാൻ പോവുള്ളൂ പറയും. അതുപോലെ കുറെ എണ്ണം മിസ്സായിട്ടുണ്ടല്ലേ, ഒരുപാട് കല്യാണം കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. അതുപോലെ നമ്മൾ അടുത്ത സുഹൃത്തുക്കളെ കാര്യങ്ങൾ മിസ്സായിട്ട് പറഞ്ഞില്ല, ഓർമ്മയുണ്ടാവില്ല. ഞാൻ രാവിലെ ആയിരിക്കും വിളിച്ചു പറയുന്നത് ഇന്ന് ഉച്ചക്ക് ഒരു കല്യാണം ഉണ്ട് പോകണം. ഞാൻ പറഞ്ഞു രാവിലെയാണോ ക്ഷണിച്ചത്? മെമ്മറി കുറവ്, അത് നമ്മൾ സ്കൂളിൽ അങ്ങനെയാണല്ലോ, മെമ്മറി കുറവ്, അക്കങ്ങൾ അത്ര പിടുത്തമില്ല എന്നുള്ളത് അതും എൻ്റെ മറ്റൊരു പരാജയം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. യൂട്യൂബിലെ ക്വസ്റ്റ്യൻസ് ആണേ. യൂട്യൂബില് ഒരു ബിലുമോൻ ചേട്ടന്റെ ഷർട്ടുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിലുമോൻ ആക്കിയതാണ്. കാരണം എൻ്റെ ഷർട്ടിനെ പറ്റി ഇന്നവരെ ഒരാൾ നല്ല അഭിപ്രായം പറഞ്ഞില്ല. ആകിതാ ഇതിനെപ്പറ്റി ആരും മോശം പറയില്ല. കാരണം ഇത് ഞാൻ സ്ഥിരം വാങ്ങുന്നവർക്ക് വാങ്ങിയ ബ്ലാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് വർക്ക് ആ ഷോപ്പിലെ വർക്കല്ല, ഇത് നമ്മളെ പ്രിയതമ്മ നല്ല സ്നേഹം തോന്നുമ്പോൾ എനിക്ക് ഇതുപോലെ ഓരോന്ന് ചെയ്തു തന്നതാണ്. സ്ഥിതി നല്ല അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു സാധനമാണ് ഇത്. പക്ഷെ എൻ്റെ ഷർട്ട് ഇതാപ്പോ നല്ല വൃത്തി തന്നെ കാണിച്ചു തന്നുണ്ട്. കഷ്ടപ്പെട്ട് പണ്ടപ്പോ വരച്ചല്ലേ, ഞാനിപ്പോ അത് ഇടല്ലോ. അപ്പോൾ ഷർട്ടിന്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ പറയാം, ഞാൻ കൂടുതൽ ഇടുന്നത് ഈ പുള്ളി പൂക്കള്, മറ്റേ ഇലകള്, കാടുകള്, ഇതെല്ലാം. എന്റെ അച്ഛൻ എപ്പോ കൽബു ഇതെല്ലാം ഇട്ടിട്ട് പോകുമ്പോ അച്ഛൻ ആടത്തിന് പറയും, മോനോട് അത് മാറ്റിട്ട് വേറെ ഇടാൻ പറഞ്ഞു. എന്റെ കല്യാണത്തിന് ഇട്ടിന് ഫുൾ കളർഫുൾ ചുവപ്പ് കളറല്ലേ, വള്ളിയും പാടലായിട്ട് പൂക്കളലായിട്ട് ഒരു സാധനം. പക്ഷെ അത് നല്ല രസമുണ്ട്, ക്യാമറയില് ഫോട്ടോയിൽ നല്ല രസമുണ്ടല്ലോ. നേരിട്ട് കാണുമ്പോ എങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്റെ ഷർട്ടിനെ പറ്റി ഞാൻ നേരിട്ട് കാണും, നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫെല്ലാം കളിയാക്കി വിടുകയല്ല. ബൈജോട്ടിന് നാന്ന് ഒരുമാതിരി ഷർട്ട്, മറ്റേ മുതലാളി ഇട്ടിട്ട് വരുന്ന ഷർട്ടിന്റെ കോലം കണ്ടാവും പിള്ളേരെ. പിന്നെ മറ്റേ ബംഗാളിയാന്ന് വിചാരിക്കും ബൈജോട്ടെ, നിങ്ങൾ വല്ല പ്ലെയിൻ കളറൊക്കെ കിട്ടുന്നതിനെ പറ്റി പറയും. ഞാനൊക്കെ ഇതേ പറ്റും നടക്കില്ല. മറ്റേ ഞാൻ പിന്നെ ഷർട്ട് നമ്മൾ കണ്ണൂരിൽ നിന്നാണ് വാങ്ങല്. കണ്ണൂർ അവിടെ ഒരു MRI ബേക്കറി ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കടയുണ്ട്. സത്യം പറഞ്ഞാൽ കടേൻ്റെ പേര് ഓർമ്മയില്ല. ചിലപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്കും അവിടെ നിന്ന് വാങ്ങണ്ടെങ്കിൽ അവർക്ക് നല്ല പരസ്യമുണ്ടതാണ്, പക്ഷേ കടേൻ്റെ പേര് ഓർമ്മയില്ല. അതാണ് കാര്യം. അപ്പോൾ അവിടെ പോയാൽ നല്ല അല്ലേ ഇതുപോലത്തെ വെറൈറ്റി ഉണ്ടാവും. പക്ഷേ അവിടെ
എന്നെ കണ്ട അവർക്ക് വേഗം മനസ്സിലാവും. കാരണം വെച്ചാല് അവര് വേഗം എടുത്തു കൊടുക്കും ഇതാ ഇങ്ങനത്തെ സാധനങ്ങള്. എല്ലാ വിധവും ഉണ്ട്, പ്ലെയിൻ ഷർട്ടും എല്ലാം ഉണ്ട്. പക്ഷെ ബൈജോട്ടിനെ കാണുമ്പോൾ എടുത്തു കൊടുക്കുന്നത് മൊത്തം ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും. ആടെ ഏതാണ്ട് 500, 600, 700 രൂപയ്ക്ക് നല്ല സാധനം. അതല്ല വിറ്റ് അടുത്ത പോവാത്ത സാധനങ്ങളായിരിക്കും ഇത് തേച്ചു. അതാണ് നമ്മൾ പോയവിടെ എന്നെ വേറെ തന്നെ. അന്നെ ചിലപ്പം വിളിക്കും, എൻ്റെ ഒരു നല്ല ഡ്രസ്സ് കണ്ടിട്ട് ബാം, ചിലപ്പം എല്ലാം വിറ്റായിട്ട് ബാക്കിയുള്ളത് ഇത് മാത്രമായിരിക്കും അതെടുക്കാനാണോ എനിക്കറിയില്ല. ശരിക്കും അങ്ങനെയാണ്. എന്തായാലും പിന്നെ വില്ലുമോൻ കളിയാക്കിയതാണോ അറിയില്ല, സീരിയസ് ആയി ചോറില്ല. എന്തായാലും നന്ദി. ഇനി അടുത്തത് രാജേഷ് ഏട്ടനെ. രാജേഷ് അതിലത്ത് നമ്മളെ സ്റ്റാഫ് ഇതാ ഞാൻ പറഞ്ഞില്ല, നമ്മളെ കലമ്പീറ്റ് കുറച്ച് സ്റ്റാഫും ഇല്ല, അക്കൂട്ടത്തിൽ ഉള്ള ആളാണ് രാജേഷ് അത്തിലത്ത്. രാജേഷ് ഈ വരുന്ന ക്രിസ്മസ്, ന്യൂ ഇയർ ഫാമിലിയും സ്റ്റാഫും ഒക്കെയുള്ള വൈവിധ്യമാർന്ന വീഡിയോസ് പ്രതീക്ഷിക്കാമോ? രാജേഷ് രാജു എന്നാണ് ഞാൻ വിളിക്കില്ല. ഞാൻ രാജുവിനെയും കൂട്ടിയിട്ട് ഇതുപോലെ നമ്മളല്ലേ രാജു ഉള്ളപ്പം നമ്മൾ നല്ല റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോൺ ഹിൽ റിസോർട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ടൂറിലടിക്കലുണ്ട് നമ്മൾ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് രാജു. ഈ കമന്റിട്ട രാജു എന്ന് വെച്ചാൽ വളരെ രസികനാണ്, ഭയങ്കര എന്താ എല്ലാവരും പറ്റുന്ന ആളാണ്. നല്ല തമാശക്കാരനും ഫാമിലി ആയിട്ടാണ് വരിക. 2 പെൺമക്കളാണ്. പെൺമക്കൾ ഇതുപോലെ അത്യാവശ്യം റീൽസ് എല്ലാം ചെയ്യലുണ്ട്. ഭയങ്കര നല്ല നമ്മളെ ഷോപ്പായിട്ട് ഭയങ്കര ബന്ധമാണ്. എപ്പോൾ ഒരുക്ക എൻ്റെ കയ്യിൽ നിന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയി. രാജു ആകെ സങ്കടമായി. പിന്നെ ഞാൻ പറഞ്ഞ രാജു വിട്ടേക്കട സ്ഥലമാണ്. പിന്നെ ഓമൻ എല്ലാം വെച്ചോട്ട് കിളമ്പിട്ടൊന്നുമല്ല, എനിക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഗൾഫിൽ പോയി. ഇപ്പോൾ ഗൾഫിൽ നിന്നല്ലേ മെസ്സേജ് വന്നിട്ടുണ്ടോ, ഗൾഫിൽ നിന്നാണ് രാജു ഇത് കാണുന്നത്. എന്തായാലും ഞാൻ പറയുന്ന രാജുവോട്, രാജു നമ്മളെന്തായാലും ന്യൂ ഇയർ പരിപാടിക്ക് എന്തായാലും പരിപാടി ആക്കും. പക്ഷേ രാജു ഉണ്ടെങ്കിൽ രാജുവിനെയും ഫാമിലിയും കൂട്ടി നമ്മൾ പരിപാടി ആക്കുമല്ലോ. എന്തായാലും ആ സമയത്തേക്ക് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാം, നമുക്ക് എല്ലാവരും കൂടി അടിച്ചുപൊളിയാക്കാം. ഒരു ഫൗസിയാണ്. ചെടികൾ ആർക്കാണ് ഇത്ര ഇഷ്ടം? ചെടികളുണ്ടല്ല ഇഷ്ടം എന്ന് വെച്ചാൽ അനക്കും അമ്മക്കാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അത് തീരെ ഇഷ്ടമില്ലാത്ത ഇവള്. ഇഷ്ടമാണ് കാണാൻ മാത്രം, പരിപാലിക്കാന്ന് പറയുമ്പോൾ ഓളെ ഇഷ്ടം അങ്ങ് പോവും. ഇതില് അമ്മക്കൊരു അമ്മേൻ്റെ സ്വഭാവം ആദ്യം പറയാം. അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി ഭയങ്കര ഇഷ്ടമാണ്. അമ്മയെന്ന് വെച്ചാൽ പുറത്തെല്ലാം പോകുമ്പോൾ അധികം സഞ്ചി നോക്കി നടന്നിട്ടാണ് പോവുക. ഓട്ടോ പോകുമ്പോൾ പറഞ്ഞാൽ പോവില്ല, ബസ്സിൽ പോകും. കാറിലാകുമ്പോൾ കയറുന്ന കാറിലൊന്നും കയറില്ല. അമ്മ കുറച്ച് എന്താ പറയണ്ടേ ഓൾഡ് ജനറേഷനിൽ വരുന്നതാണ്. അപ്പോൾ അമ്മ പോകുമ്പോൾ എന്താണ് കാണുന്നത്, വീട് സൈഡ് ആടുകളെല്ലാം കാണുന്നത് ചെടിയുണ്ടല്ല, ഓരോ കൊമ്പ് പൊട്ടിച്ച് കൊണ്ടുവരും. ഇതാണ് അമ്മ സഞ്ചിയിലിട്ട് കൊണ്ടുവരുക. ഇതാണ് അമ്മേൻ്റെ പരിപാടിയാണ്. എന്നിട്ടെന്താ ഞാൻ അറിയുക, ഞാനാണെങ്കിൽ ഇതുപോലെ ചെടി ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടോ, നല്ല വലിയ ചട്ടിയിലാക്കിയിട്ട് നടുക്ക് കെട്ടിയിട്ടുണ്ടാവും. അമ്മ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് 4-5 ഉണ്ടാവും. ഇതിൻ്റെ നടുക്കുള്ള ചെടീൻ്റെ ചുറ്റും ഇങ്ങനെ കുത്തി വെക്കും. അപ്പോൾ എന്തായി, അതിന് ചുറ്റും ചെടികളായ ഞാൻ കുറേ കഴിഞ്ഞ് നോക്കുമ്പോണ്ടാവും ഞാൻ നട്ടതിൻ്റെ ചുറ്റും നല്ല ചെടികൾ. ആഹാ അടിപൊളിയാണല്ലോ. അമ്മ കൊണ്ടുവന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഈ 4 വേണ്ടി വീണ്ടും ചട്ടികൾ വാങ്ങും. അങ്ങനെ ചട്ടികൾ വാങ്ങി അമ്മ പൊട്ടിച്ചു കൊണ്ടുവന്ന് ചട്ടികൾ വാങ്ങി നോക്കുമ്പോൾ വീട് നിറച്ചും ചട്ടികളല്ലേ, വെക്കാൻ സ്ഥലമില്ല, നോക്കാൻ സമയമില്ല, വെള്ളയിക്കാൻ സമയമില്ലാത്ത അവസ്ഥ. ഇപ്പൊ വേനൽക്കാലെല്ലാം ആകുമ്പോഴാണ് പ്രശ്നം, ചെടിയൊക്കെ ഒന്നും വെള്ളയിക്കാൻ സത്യം പറഞ്ഞാൽ സമയമില്ലായിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ രാവിലെ എല്ലാം നനക്കലും പിടിക്കലും ഉണ്ട്. പിന്നെ ഇവളോട് പറഞ്ഞാൽ ഇല്ല. പിന്നെ ഇവള് ചങ്ങാഴ്ചയോട് ചോദിക്കുമ്പോൾ ഇവളൊരു ഞാൻ അത്യാവശ്യം നടക്കലുണ്ട്, ഞാൻ തന്നെയാണ് ചെടികളെല്ലാം മറ്റ് അടിച്ചു കയറുന്നതാണ്. ഞാൻ പറയാം ഇങ്ങനെ ചോദിച്ചിട്ട് വന്നാൽ ഞാൻ ചെടികളെല്ലാം പൊട്ടിച്ചു കൊടുക്കും. ചെടി ആവശ്യമുള്ളതാ ദയവ് നമ്മുടെ വീട്ടിലേക്ക് വന്നോ, ഇഷ്ടം പോലെ തരാം. ചോദിച്ചവരെല്ലാം പറയാം, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നോ, ഇഷ്ടം പോലെ നല്ല പൈസ വിലപിടിപ്പുള്ള ചെടികളൊക്കെ ഉണ്ട്. കാരണം ഞാൻ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അർജന്റായിട്ട് പോന്നായിരിക്കും നമ്മള്, മക്കളെയും കൂട്ടിട്ട് പോന്നായിരിക്കും. അപ്പൊ എവിടെയെങ്കിലും ഷോപ്പ് കണ്ട അവിടെ നിർത്തും കാറ്, എന്നിട്ട് പോയിട്ട് വാങ്ങിയിട്ട് വരും. ഞാനും അങ്ങനെയാണ്, ചെടി വാങ്ങി ശീലം. ചിലപ്പോ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഷോപ്പ് ഉണ്ടാവുക, എന്നിട്ട് വളച്ചിട്ട് പോയിട്ട് ആടെ നിർത്തിയിട്ട് വാങ്ങിട്ട്. അമ്മേന്റെ മോനല്ലേ, അമ്മനെ പോലെ തന്നെ ചെടികളോട് കുറച്ച് ചട്ടിയും ഞാൻ മറ്റേ പോയിട്ടുണ്ടെ പറയാലോ എന്നാല്. ചെടികൾ വീടിന് ഐശ്വര്യാന്ന് സ്തുതി. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒരു തണുപ്പ്, ഒരു കൂളിംഗ് ഉണ്ട് കേട്ടോ. ചുറ്റും നല്ല ചെടികളായതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ അതിന്റെ ഇടയിലേക്കൂടെ ഒരു കൂളിങ്ങും ഒരു കണ്ണിന് കുളിർമയല്ലേ സ്തുതി. യോജിപ്പില്ല. ശരി, അടുത്ത ചോദ്യം. ഇനി അടുത്തത് ഇതേ ഉള്ളൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇന്നത്തെ ലാസ്റ്റ് ആണ്. കാരണം എന്താ, വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. നോക്കിയിട്ടില്ലല്ലേ മമ്മി, വേറെ കുറെ എഴുതാനുണ്ട്, എഴുതിയിട്ടില്ല. ചോദിക്കും ലാസ്റ്റ്. അമലുവേട്ടനാണ്. ബൈജേട്ടന്റെ വൈഫിനെ പേടിയുണ്ടോ? പിന്നെ അതിന്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫസ്റ്റ് ലവ് ഓളെ പേര് പറയാമോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇത്ര സമയം കഥ കേട്ടപ്പോൾ മനസ്സിലായല്ല ഇവളെ അന്നയെ പഠിക്കോ അല്ലെ ഞാൻ ഇവളെ പഠിക്കാന്നുള്ള തിരുതല്ല. കാരണം
ദേഷ്യം വന്നാൽ കണ്ണു കാണാത്ത വ്യക്തി ആയതുകൊണ്ടും പിന്നെ ഞാൻ കുറച്ച് മാറി നിൽക്കും. ഇവള് എന്നോട് ഇതുവരെ ചെയ്യുന്ന ഒരു വർത്തമാനം ഒരു ഞെട്ടിക്കലോ സംസാരമോ ഉണ്ടായിട്ടുണ്ട് പറയാം. ഞാൻ സ്നേഹം കൊടുത്ത് അധികം ഞാൻ ആദ്യം പറഞ്ഞില്ല, സ്നേഹം കൊടുക്കലോ അധികം നല്ലോണം കൊഞ്ചിച്ച് കാണുമ്പോൾ ഇവളൊരു വഷളാവുണ്ട്. ആ സമയത്ത് എന്നെ ശാസിക്കാനൊരു ബരുത്തുണ്ട്. ആ സമയത്ത് ഞാനൊരു നോട്ടം നോക്കിയാൽ മിണ്ടാണ്ട് നടന്നു പോകുന്ന അങ്ങനെ. അത് കാരണം ഞാൻ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുന്ന അതുകൊണ്ട് സുധി ചേച്ചിനെ സത്യം പറഞ്ഞാൽ പേടിയൊന്നുമില്ല. പിന്നെ സുധി നിങ്ങൾ വിചാരിക്കുമെന്നല്ല, ഓക്കെ ലൈഫിലോ എന്താ പറയണ്ടേ എന്നെ പേടിച്ചാൽ നിൽക്കുന്നത്. അതുകൊണ്ട് ക്യാരക്ടർ കൊടുക്കുമ്പോൾ അവിടെയെങ്കിലും ഇവളെ പേടിച്ചിരിക്കുന്ന ആളെ ഞാനാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇവക്ക് അങ്ങനത്തെ ക്യാരക്ടറാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പം നെഗറ്റീവ് കമൻസ് മൊത്തം അനക്കാ വരുന്നത്, ഞാനിനി അങ്ങനത്തെ ചെയ്യൂല. എൻ്റെ ഇവളെ പറയും, എടാ എനിക്ക് റിയൽ ലൈഫിലല്ല, എനിക്ക് ഇതാ റീൽസിലെങ്കിലും എന്നെ കട്ടിയും ടോപ്പാ ഭർത്താവിനെ പഠിപ്പിക്കുന്ന ഒരു ഭാര്യയായി കൂടെ ഉള്ള പറ്റ്. പക്ഷെ ഇവളെന്ന് പറയുക നിങ്ങൾ മനഃപൂർവ്വം എന്നെ ചീത്തക്കാരിയാക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ആളെ വരിക്കും ഞാനെന്തോ ഗുണ്ടയാതെ വിചാരിക്കും. സത്യം പറയല, സ്തുതിനെ പോലെ പാവം ഭാര്യനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം നട്ടാ. പാവാണോന്നറിയില്ല, വന്നപ്പോഴും കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ രീതികളും കാര്യമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ ഇപ്പം കുറച്ച് സ്ലോ ആയ പോലെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭാര്യ മാറിയാലും മക്കളായാലും നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും. ഇവളെ പാവാക്കണമെങ്കിൽ ഏത് രീതിയിൽ ഡ്രൈവ് ചെയ്യണം. ഇവളെ കുറച്ച് എന്താ പറയണ്ടേ നമ്മൾ അധികം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതാണെങ്കിൽ ഇവള് വേറെ രീതിയിലാവും. ഇവളെന്നല്ല ഏത് പെണ്ണായാലും അങ്ങനെ തന്നെ. നമ്മൾ അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ വേറെ രീതിയിലാവും. നമ്മളെപ്പോൾ സ്നേഹവും വേണം, അതിന് കണക്കായിട്ടുള്ള ശാസനയും കാര്യം കൃത്യമായിട്ട് കൊണ്ടുപോയാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ അതിൽ വിജയിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ സുധി? അപ്പോൾ കഴിഞ്ഞല്ലേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? മറ്റേ ക്വസ്റ്റ്യൻ പേര് പറയാമോ? സോറി, അത് ഞാൻ വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഇവളെ പേടിച്ചിട്ട് പറയില്ല എന്ന് ഉപയോഗിക്കണ്ട. കല്യാണത്തിന് മുമ്പ് ഫസ്റ്റ് അല്ലേ സുധി? അതായത് ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിന് മുമ്പ് നമ്മളൊരു യാത്ര, ഒരു 5 ദിവസത്തെ ഒരു ടൂറിൽ നമ്മൾ ഒരുമിച്ച് ഒരു ബസ്സിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് എന്താ പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ഇവളെ പേര് ഞാൻ ബസ് തന്നെ അറിഞ്ഞു. ഫസ്റ്റ് ഇവളെ അടുത്ത് കിട്ടിയോടെ ഞാൻ ചോദിച്ചെന്താ അറിയോ? ഫസ്റ്റ് ചോദിച്ചത് നിന്റെ നക്ഷത്രം എന്നാന്ന് ചോദിച്ചത്. അതായത് കല്യാണം കഴിക്കാൻ ഓക്കെ ആ ടൈം ബൈജോടെ പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈം അല്ല. ആ കഥ നമുക്ക് പിന്നെ പറയാം, അതൊരു വലിയ കഥയുണ്ട്. അതായത് നമ്മളൊരു എപ്പിസോഡ് തന്നെ പറയാം, കുറേ പറയാനുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഇവളെ അടുത്ത് ആദ്യം കിട്ടിയപ്പോൾ ഞാൻ നക്ഷത്രം എന്ന് ചോദിച്ചു. ഇവളെ നക്ഷത്രം പൂരിട്ടാതെ പറഞ്ഞു. എൻ്റെ പേര് ഞാൻ പറഞ്ഞ നല്ല പേരാണ്, എൻ്റെ പഴയ കാമുകൻ്റെ പേര് നിൻ്റെ പേര് സെയിമാണ് ആദ്യം കണ്ടപ്പോൾ ഇവളൊക്കെ പറഞ്ഞേ. അതെ, പക്ഷേ അത് ഒരു പഴയ പ്രേമം. ഇവിടെ നിന്നല്ലേ, കമ്പിലൊന്നുമല്ല, കുറച്ച് ദൂരെയാണ് ആൾ. നമ്മൾ എന്താ പറയുക, കല്യാണത്തിന് മുമ്പേ എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യലുണ്ട്. ഇപ്പോൾ നല്ല കണ്ടീഷനിൽ നമ്മൾ പോകുന്നുണ്ട്. ദൈവം സഹായിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ സത്യസന്ധമായി തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നമ്മളെപ്പറ്റി അറിയാനുള്ളത് കുറേ കൂടി നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഞാൻ പറയാം, ഈ ക്യൂവിൻ്റെ എന്തായാലും 2-3 മാസം കഴിഞ്ഞിട്ടായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എപ്പം ചോദിച്ചാലും നമ്മളെ പറ്റിയുള്ള എല്ലാ കമൻസും വായിക്കുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ബദൽ കൃത്യമായിട്ട് നമ്മൾ തരുന്നതായിരിക്കും. കാരണം നമുക്ക് ഈ ബന്ധം ഇപ്പം നല്ല എക്കാലം വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്തായാലും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതായിരിക്കും. ഏതായാലും ഇത്ര സമയം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സഹിച്ച ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഓക്കെ, ബൈ.